ഓട്ടമില്ലാത്ത വണ്ടികൾ ലാഭത്തിനായിട്ടാണ് നിങ്ങളിത് മേടിക്കുന്നതെങ്കിൽ അത് മണ്ടത്തരമാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പിന്നെ പണിയാവും. കാലോടത്തൊക്കെ ഒന്ന് വെറുതെ ഓട്ടോമാറ്റിക് അല്ലേ ഡീസൽ. അപ്പോൾ നമ്മൾ സാധാരണക്കാർ വണ്ടി ഓടിക്കുമ്പോൾ എന്താ ചെയ്യുക, മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1000-2000 RPM ഇങ്ങനെ വണ്ടി ഓടിക്കും. DPF അങ്ങ് ക്ലോഗ്ഡ് ആവും. ഇത് രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കാണണം ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ. റേവ് മാച്ചിങ് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പം നമ്മൾ ഗിയർ മാറണം മാനുവൽ വണ്ടി. ഇപ്പം 3ാമത്തെ ഗിയറിൽ വണ്ടി പറന്ന് പോകുന്നു. ഞാൻ ഒന്ന് കാലം കൊടുക്കാം. ഡൗൺ ചെയ്തു. 4, 3 കണ്ടോ, ബ്ലിപ്പായതുണ്ടോ? നമസ്കാരം. ഇത് ഹ്യുണ്ടായ് വെന്യൂ N-Line ആണേ. ഇവർ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത് കുറേ അധികം ഫീച്ചേഴ്സ് ആയിട്ടാണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ ടോപ്പ് എൻഡ് മോഡൽ വാങ്ങണം എന്നുള്ള കാര്യം ഹ്യുണ്ടായിൽ ബാധകമല്ല. ഇതിൻ്റെ ബേസ് മോഡലിന് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ക്രെറ്റയൊക്കെ എന്താ ഇങ്ങനെ ചൂടപ്പം പോലെ വിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് വണ്ടിയുടെ സ്മൂത്ത്നെസ്സും വണ്ടിയുടെ ഈസിനെസ്സും വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ കുറച്ചുകൂടി ഡെമോക്രറ്റൈസ് ചെയ്തൊരു കമ്പനിയാണ് ഈ ഒരു ഹ്യുണ്ടായി എന്ന് പറയാം. ഇപ്പോൾ പഴയ സാൻഡ്രോ കണ്ടാലും നമുക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ എന്തുമാത്രം ലൈറ്റ് ആണെന്നുള്ളതൊക്കെ ഇപ്പോൾ എന്തൂസിയാസ്റ്റുകൾ പറയും കണക്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലൈറ്റ് ആണെന്നൊക്കെ പറയും. പക്ഷേ സാധാരണക്കാരൻ ഓടിക്കുമ്പോൾ പഴം പോലെ എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓടിക്കുന്ന വണ്ടിയൊക്കെയാണത്. ഇത് ഹ്യുണ്ടായ് വെന്യൂ ആണ്. ഹ്യുണ്ടായ് വെന്യൂ പുതിയത് 2019 വന്നിട്ട് 22 ഫേസ് ലിഫ്റ്റ് വന്നിട്ട് ഇപ്പോൾ 25 26 മോഡലെന്നാണ് പറയുന്നത്. ഈ ഒരു ജനറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം മാറ്റിയിട്ടുണ്ട്. ഇത് K2 അല്ല K1 ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്സ്റ്ററിൻ്റെ അല്ലെങ്കിൽ സീറോസിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോമാണത്. അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഡ് വേർഷൻ ഒക്കെ പറയാം. എന്തായാലും ഈ വണ്ടിക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് ഒരു കൊടുത്തിട്ടുണ്ട്. ADAS ലെവൽ 2 ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അത് സോണറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വെന്യൂ ഉണ്ടായില്ല. അപ്പോൾ വെന്യൂന് അതും കൊടുത്തവർ. അപ്പോൾ ആ ഒരു കോറം തകഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടോ എന്നുള്ളതും പെട്രോളായി DCT മതിയോ എന്നുള്ളതും വരെ, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു കാര്യം പറഞ്ഞാൽ N-Line ആണ്, ഇത് 1 ലിറ്റർ ടർബോ ആണ്, ഏത് വേണമെന്നുള്ളതൊക്കെ കുറേ അധികം ഫീച്ചേഴ്സും കുറേ അധികം സവിശേഷതയും കുറേ അധികം വേരിയൻസുള്ള ഒരു വണ്ടിയായിട്ട് വെന്യൂ നിൽക്കുമ്പോൾ ഇതിനൊരു ബേബി ക്രെറ്റ എന്നൊക്കെ വിളിക്കാവുന്ന നിലയ്ക്കായിട്ടുണ്ട് N-Lineൻ്റെ ഒരു ലുക്കായിട്ട് കമ്പയർ ചെയ്താൽ. പിന്നെ ഇതിനകത്ത് ഒരുപാട് കോർക്കി ആയിട്ടുള്ള ഡിസൈൻ എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റുകളൊക്കെ തപ്പി പോകാം, ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം, ഇതിൻ്റെ സവിശേഷതകൾ പറയാം, എന്നിട്ട് റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. എനിക്ക് DCT ഓടിക്കണമെന്നുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഓടിക്കണമെന്നുണ്ട്. രണ്ട് നമ്മൾ ഓടിക്കുന്നത്. കാരണം ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു AMTകളുടെ ലോകത്ത് ടോർക്ക് കൺവേർട്ടർ ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപ താഴെ അധികം വണ്ടികളില്ലല്ലോ. അപ്പോൾ ക്രെറ്റ അല്ലെങ്കിൽ സെൽറ്റോസ് അങ്ങനെയുള്ള മോഡലുണ്ട്. ഞാൻ പറഞ്ഞത് ചെറിയ വണ്ടികൾ. ഇപ്പോൾ വെന്യൂ എന്ന് പറയുന്ന വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡീസലിന് അത്യാവശ്യം ടോർക്കിയാണ് എന്നുള്ളത് തന്നെയാണ്. ആ 1.5 ക്രെറ്റയിലും സെൽറ്റോസിലും ഇരിക്കുന്ന എഞ്ചിൻ ഇവിടെ വന്നപ്പോൾ ഈ ചെറിയ സൈസിൽ അത് കുറച്ചും കൂടി പെപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ പ്രത്യേകതകൾ പറയാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. കാരണം ഇതിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ വീണ്ടും പൊക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചാനൽ മര്യാദയ്ക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അറിയാലോ. അപ്പോൾ എന്തായാലും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ വീണ്ടും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും വണ്ടി പ്രാന്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. 8 ലക്ഷം രൂപയിൽ താഴെയാണ് ഈ വണ്ടിയുടെ ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. വിലയൊക്കെ ഞാൻ താഴ്ത്ത് കൊടുക്കാം വേരിയൻറ്റ് വൈസ്, അതല്ലെങ്കിൽ വണ്ടിപ്രാന്തം.com ചെക്ക് ചെയ്താൽ മതി. കാരണം പ്രൈസുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോയിലാണെങ്കിൽ അത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെന്യൂ എന്ന് പറഞ്ഞാൽ ടെക്കികളുടെ വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെന്യൂവിനും ഉണ്ട് ആ i20 N-Line അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ആ ഒരു പേരുണ്ട്. അതായത് IT കമ്പനി വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് യങ് ആയിട്ടുള്ള ആളുകൾ വാങ്ങുന്ന വണ്ടികൾ എന്നുള്ളതാണ്. ക്രെറ്റയിൽ പോയി എന്നാൽ i20ക്ക് എത്തിയില്ല, അതിൻ്റെ ഇടയിൽ തിരിച്ചാണ്. i20 പോയി ക്രെറ്റയ്ക്ക് എത്തിയില്ല, അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി വേണമെങ്കിൽ, ഒരു കോമ്പാക്ട് SUV ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു N-Line അല്ലെങ്കിൽ വെന്യൂവിന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കാലികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ ചേർന്നിട്ട് ഒരു ഇത്തിരി റിലവൻസ് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്കറിയാം കോമ്പാക്ട് SUVയുടെ സെഗ്മെൻറ്റ് നിറഞ്ഞു നിൽക്കുകയാണ്. സോണറ്റ്, XUV3XO, N-Line അല്ല N-Line അല്ല വെന്യൂ, ഫ്രോങ്സ് ഇപ്പോൾ ഈവൻ ഹാച്ച് ബാക്ക് ആണെങ്കിൽ അവർ വിളിക്കുന്നത് കോമ്പാക്ട് SUV എന്നാണ്. അങ്ങനെ കുറേ വണ്ടികളുണ്ട്. ആ വണ്ടികൾക്കിടയിൽ എന്താണ് വെന്യൂവിനെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് വെന്യൂവിൻ്റെ പുതുമ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ N-Lineലൂടെ. ഇപ്പോൾ N-Lineനും വെന്യൂവും തമ്മിൽ തന്നെ കുറച്ച് പുതുമകളുണ്ട്, അതും പറയാം. എന്തായാലും ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും മുൻവശവും ബാക്കും എല്ലാം ജനറേഷൻ ചേഞ്ച് ആയിട്ട് ഒന്ന് മാറിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് മുൻവശം തന്നെയാണ്. ഒരു ബേബി ക്രെറ്റ ലുക്ക് ഉണ്ട്, ബ്യൂട്ടിഫുള്ളാണ് വണ്ടി എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിൽ കാണുമ്പോഴും പ്രപ്പോർഷനൊക്കെ നോക്കുമ്പോഴും എനിക്ക് രസമായിട്ട് തോന്നി. ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങുകളും ഗ്രീസിങ്ങുകളും അല്ലെങ്കിൽ ഡിസൈൻ എലമെൻറ്റുകളൊക്കെ തന്നെയും വണ്ടിക്ക് ഒരു കാലികമായ ഭംഗി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കോർക്കി ഡിസൈൻ ഫീച്ചേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അകത്താണെങ്കിലും ഇപ്പോൾ ഫ്രാഗ്രൻസ് ഫോർ എക്സാമ്പിൾ ആ കാറ്റ് വരുമ്പോഴേ മണം വരാനുള്ള സംഗതി അത് വെക്കാനുള്ള ഒരു ചെറിയ സൊല്യൂഷനും അല്ലെങ്കിൽ പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ പോഷ പോലെ ഡ്രൈവ് മോഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. എന്തായാലും ഈ വണ്ടിയിലുള്ള എഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ജനറേഷനൊക്കെ മാറിയെങ്കിലും എഞ്ചിനുകളിൽ മാറ്റമില്ല. ഇത് ഒരു NA, അതായത് സാധാ വെന്യൂവിൻ്റെ കാര്യം പറഞ്ഞ് ഒരു നാച്ചുറൽ ആസ്പിറേറ്റർ 1.2 83 PS പവറുള്ള ഒരു എഞ്ചിനുണ്ട്, 4 സിലിണ്ടർ. പിന്നെ ഡീസലാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും ഇപ്പോൾ ഹോട്ട് കേക്ക് ആവാൻ പോകുന്നത് ഫോർ ആ ഒരു
ഓട്ടോമാറ്റിക് ഉള്ളതുണ്ട് ടോർക്ക് കൺവെർട്ടർ. ഇത് ടർബോ GDI ആണ് കാപ്പ. ടർബോ GDI എന്ന് പറയുമ്പോൾ ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയാം. ആ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 120 PS 173 Nm. ഓക്കെ, പവറൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫാസ്റ്റുമാണ് ഈ വണ്ടി N-Line എന്ന് പറയുന്നത്. അപ്പോൾ ഡീസലിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഡീസലിൻ്റെ DPF ഉം DEF ഉം എല്ലാം കൂടിയിട്ട് ഒരു ഫാക്ടറി തന്നെ എഞ്ചിൻ റൂമിൽ നിന്ന് എക്സോസ്റ്റ് വഴി പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഡീസൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡീസൽ വാങ്ങേണ്ട കാര്യമില്ല എന്നൊരു തോട്ടിപ്പുണ്ട്. അത് കൂടുതലായിട്ട് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ടർബോ പെട്രോൾ ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ എണ്ണ ഉണ്ട് എന്നുള്ളതൊക്കെ വെന്യൂ വാങ്ങാനുള്ള ഓപ്ഷൻസ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ടർബോ പെട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് DCT തന്നെയാണ്. ഈവൻ 3 സിലിണ്ടർ ആണെങ്കിലും ഇപ്പോൾ ഡീസലിന് ഓട്ടം കുറവാണെങ്കിൽ ഒരിക്കലും ഡീസൽ ഞാൻ എന്തായാലും വാങ്ങാൻ പോകുന്നില്ല. കാരണം DEF DPF കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. എന്നായാലും ഈ ടർബോ GDI എക്സൈറ്റിംഗ് ആണ്. ഇവർ ഇതിനകത്ത് ആ ഒരു ബോണസ് ഇൻസുലേഷൻ പോലും കൊടുത്തിട്ടില്ല. സോ റിലയബിൾ റിഫൈൻഡ് എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കണം. റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ബന്ധമുണ്ട്. പിന്നെ ഈ എഞ്ചിൻ റൂം നീറ്റാണ്, ചെറിയൊരു എഞ്ചിൻ റൂമാണ്. ചെറിയ എഞ്ചിൻ റൂമിൽ ആ എഞ്ചിൻ വെൽ പാക്ഡ് ആണ് എന്ന് പറയാം. ഇവിടെ ബാറ്ററി കാണാം. ഇതിനകത്ത് കോർക്കേടൊന്നും കാണാനില്ല. ഈ ഒരു കൗളല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഫാനിൻ്റെ ഇടയിൽ കൈപ്പെടരുത് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല. ഈ വയർ കൊടുത്തേക്കുന്നതും ഈ ബാറ്ററിയും അതിൻ്റെ ഒരു പോസിറ്റീവ് ടെർമിനലും ഫ്യൂസ് ബോക്സും ഒക്കെ നമുക്ക് കാണാം. ഈ ഫ്യൂസ് ബോക്സ് ഒക്കെ ഈസി ആക്സസ് ആണ്. ഇതാണ് എയർ ഫിൽറ്റർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഗ്രില്ലിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കൂടെ പോയാലും അകത്തേക്ക് വെള്ളം കയറില്ല എന്നുള്ളത് ഗുണമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങളാണ് വെന്യൂൻ്റെ ഓൾറെഡിയുള്ള കാര്യങ്ങളാണ്. അതിന് കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും ഹണ്ടായി എന്നാണ് എൻ്റെ ഉച്ചാരണം. നമ്മൾ ഹുണ്ടായി എന്ന് പറയും, നമ്മൾ മലയാളികൾ ഹ്യുണ്ടായി എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ മുൻവശത്ത് വരുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണ് പെടുക എന്ന് പറയുന്നത് ഈ പാർക്കിംഗ് സെൻസേഴ്സാണ്. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, 360 ക്യാമറ ഉണ്ട്, ADAS ലെവൽ 2 ആണ്. ഓക്കെ, ഇതിന് ക്രെറ്റ എൻ്റെ സാമ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് ഹെഡ്ലൈറ്റ് എലമെൻറ്റുകളാണെങ്കിലും ഈ മുകളിലെ DRL ആ ഒരു ലൈറ്റുകളാണെങ്കിലും ബോണറ്റിലെ ക്രീസിംഗ് ആണെങ്കിലും കുറേ അധികം എലമെൻറ്റുകളാണെങ്കിലും ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിലെ ഗ്രില്ലിൻ്റെ പീസാണെങ്കിലും എല്ലാത്തിനും ഒരു ഇത്തിരി ക്രെറ്റ ചായ ഉണ്ട്, എന്തെങ്കിലും ചായ ഉണ്ട്. ഓക്കെ, ഈ ഹെഡ് ലാംപ്സ് 2 പോഡ് ഹെഡ് ലാംപ്സ് താഴത്തൊരു ചെറിയ ഒരു പോഡ് കൊടുത്തിട്ട് അതിനകത്ത് കുഞ്ഞു എലമെൻറ്റുകളുണ്ട്. അപ്പോൾ എലമെൻറ്റുകൾ ഇഷ്ടം പോലുള്ളൊരു വണ്ടിയാണ് ഈ ക്രെറ്റ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് വെന്യൂൻ്റെ ഈ N-Line എന്ന് പറയുമ്പോഴും. കാരണം ഈ ഒരു കർട്ടൺ കണ്ടോ, എയർ ഡ്രോ ചെയ്യുന്ന കർട്ടൺ ഉണ്ട്, ഒരു സ്പോർട്ടിയാണ്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, കൂടാതെ അവിടെ സിൽവർ ഇൻസേർട്ട് ഉണ്ട്, കളറുകളുണ്ട് കുറേ, അതുപോലെ കുറേ എലമെൻറ്റുകളുണ്ട്, കുറേ ഇൻസേർട്ടുകളുണ്ട്, കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു കുറേ അധികം ഡിസൈൻ എലമെൻറ്റുകളും പാലറ്റുകളും ഇങ്ങനെ കിടക്കല്ലേ ലൈബ്രറിയിൽ, എല്ലാം കൂടി വലിച്ചു വെച്ച് ആ രൂപകൽപ്പന നടത്തുക എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ വണ്ടികളുടെ ഒരു പൊതുവെയുള്ളൊരു കാര്യം. അത് N-Lineലും വ്യത്യാസമല്ല. എനിക്കിതിൻ്റെ മുൻവശം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു റോഡ് പ്രസൻസ് തോന്നുന്ന ഒരു ഇത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വണ്ടി കാണുന്ന അല്ലെങ്കിൽ റോഡിൽ കാണുന്ന വണ്ടി എന്ന നിലയ്ക്കൊക്കെ ശരിക്കും N-Line കാണാം. ഈ പാർക്കിംഗ് സെൻസേഴ്സിനും കളർ വ്യത്യാസമുണ്ട്. ഇവിടെ സിൽവറും ഇവിടെ ബ്ലാക്കിനകത്തുമാണ് നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ താഴെ കൊടുത്തൊരു ചെറിയ ലൈൻ കണ്ടോ, N-Line ആണ്. N-Line നിറച്ച് ലൈൻസ് ആണെന്നുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടിയുടെ ലൈറ്റുകൾക്കകത്തെ എലമെൻറ്റുകളും കൊള്ളാം. ബോണറ്റിൻ്റെ മുകളാണ് ഹുണ്ടായി ലോഗോ, ADAS ക്യാമറ ആ ഗ്ലാസിൻ്റെ മുകളിൽ കാണാം, റൂഫ് റെയിൽസ് ഉണ്ട്, സൺ റൂഫ് ഉണ്ട്. അത് പനോരമിക് അല്ല, സാധാ സൺ റൂഫാണ്. ഈ ഏഴാമത്തെ ഡിസൈൻ നോക്കിയാൽ ഇതും കാണാൻ ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുൻവശം ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. സംഭവബഹുലമായിട്ടുള്ളൊരു മുൻവശമാണ് ഈ ഒരു വെന്യൂ N-Lineൻ്റെ എന്നുള്ളതാണ്. പൊതുവെ വെന്യൂൻ്റെയും അങ്ങനെ തന്നെ. ഈ ഹുണ്ടായി വെന്യൂൻ്റെ വശങ്ങളിലേക്ക് നോക്കി ഞാൻ എന്താ രണ്ടും പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞാണേ. ഈ എലമെൻറ്റ് കണ്ടോ, വെന്യൂ എന്ന് എഴുതിയിട്ടുള്ള സിൽവർ ഇൻസേർട്ട്, ഇത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അത് ഒരിത്തിരി ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ലെസൺ ഉണ്ടാക്കുന്നില്ല വിചാരിക്കാം. പിന്നെ ലൈൻസ് കാണാം, ഇവിടെയുമുണ്ട് മുന്നിലുമുണ്ട്. ഈ വണ്ടിയുടെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സാധാ വെന്യൂനേക്കാൾ വലിപ്പം കൂടുതലുണ്ട് ടയറിന്. എന്ന് വെച്ചാൽ വീലിനെന്ന് പറയാം 17 ഇഞ്ച് വീൽസാണ്. അലവിൽ ഡിസൈൻ കണ്ടോ, ഒരിത്തിരി ഡയമണ്ട് കട്ടാണ്. ഈ ഡയമണ്ട് കട്ട് എന്ന് പറയുമ്പോഴേ അത് ഡിസൈൻ പറയുന്നതല്ലാടോ, ഡയമണ്ട് പോലുള്ള ടൂൾ വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന ഈ ലൈൻസൊക്കെ ഇല്ലേ, അതിനാണ് ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഡയമണ്ട് പോലെ എന്ന് തോന്നണ്ട. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ്. അവിടെ കാലിപ്പറിന് ഒരു റെഡ് ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ. പിന്നെ സൈഡിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബോഡി ലൈൻസ് ഇഷ്ടപ്പെട്ടു. മുന്നിൽ ഇഷ്ടംപോലെ എലമെൻറ്റുകളാണെങ്കിൽ വശങ്ങളിൽ അവർ ലളിതം സുന്ദരം സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഡോർ ഹാൻഡിൽ കണ്ടില്ലേ, അത് മുകളിലേക്കൊന്നും കയറ്റി വെച്ചിട്ടില്ല, പുതിയ ജനറേഷനും. പിന്നെ ഈ റൂഫ് റെയിലിൻ്റെ മുകളിൽ ഒരു റെഡ് ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ N-Lineൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഗ്ലാസ് പോലെ തോന്നുന്നുണ്ട് ഈ 2 ഗ്ലാസിൻ്റെ ഈ ഒരു ഡിസൈൻ സിമിട്രി എന്ന് പറയുന്നത് രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ 1, 2, 3, 4 ഗ്ലാസ് ആയിട്ട് തോന്നുന്നത് ഗ്ലാസ് അല്ല. ഇത് മൊത്തം ഒരു ഗ്ലാസ് കൊടുത്താലും ഉണ്ടാക്കി ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവരിത് ഒരു പ്ലാസ്റ്റിക് പീസായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് എന്ന് തോന്നി. അതായത് ഈ ബ്ലാക്ക് ലൈൻസ്, ഈ ലൈൻസ് കൊണ്ട് കയറിയിട്ട് അങ്ങോട്ട് ഒരു ബ്ലാക്ക് ഇൻസെറ്റ് കൊടുത്ത് ശരിക്കും ഇതൊരു കൺവെർട്ടബിൾ ടോപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടോപ്പ് പോലെയൊക്കെ തോന്നുന്ന നിലയ്ക്കെന്ന് പറയാം. അതിശയോക്തിയോട് കൂടി പറയാം. വേണമെങ്കിൽ തോന്നിയാൽ മതി, എനിക്കങ്ങനെ തോന്നി മാത്രമേ ഉള്ളൂ. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ്ഡ് അല്ല ആ ഏപ്പിളും ബീപ്പിളും വന്നത്, സാധാ ബ്ലാക്കാണ്. പക്ഷേ ഇവിടെ ആ പിയാനോ ബ്ലാക്ക് ഫിനിഷിലെ ലൈൻസ് കാണാം. ഇതൊക്കെ തന്നെ സൈഡിലെ എലമെൻറ്റുകളാണ്. ഞാൻ പറയുന്നത് എനിക്കിതിൻ്റെ വശത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൈഡിലെ രൂപം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മുൻവശത്തെ പോലെ തന്നെ. ഓക്കെ, എൻ്റെ ഉയരം നോക്കിയേ, എൻ്റെ ഉയരമില്ല, എൻ്റെ തോളോട് ചേർന്ന് നിൽക്കാനുള്ള ഉയരേ വെന്യൂനുള്ളൂ. പിന്നെ ഈ വെന്യൂ N-Lineലെ ടയർ എന്ന് പറയുന്നത് അപ്പോളോ ആണ്. ഈ അപ്പോളോ ടയറുള്ള വണ്ടിയായിട്ട് നമുക്ക് വന്നത്. ഇതിൻ്റെ സൈസും
215/55 R17 അപ്പോൾ ഈ ടയറിൻ്റെ ഡിസൈൻ എലമെൻറ്റുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അത് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ടയറിൻ്റെ കാര്യങ്ങളൊന്നും പറയാറില്ല. ടയറൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് ചില വണ്ടികൾക്കെങ്കിലും. അപ്പോൾ ഇതിനത് പറയണം. പിന്നെ എൻലൈൻ ലോഗോ നമുക്ക് ആ ഒരു ഫെൻഡർ കാണാം. ആ ഫെൻഡറിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുള്ള ആ ഒരു ഡിസൈൻ അവിടെ എത്തി. അവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇവിടെ ആ ഡിസൈൻ്റെ ബാക്കി എന്നോണം ഈ ബമ്പറിലേക്ക് ചേർന്നു. അതൊരു രസമായിട്ട് തോന്നി എന്നുള്ളതാണ്. അതൊക്കെ തന്നെയും ഒരു കൗതുകമാണ്, കോർക്കയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സാധനം കോർക്കയാണ്, ഈ സാധനം കോർക്കയാണ്, അവിടെ കാണുന്ന സാധനം കോർക്കയാണ്. ഓക്കെ, മിററിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം കാണുന്നുണ്ട്. ഫോൾഡ് ചെയ്യാവുന്ന മിററാണ്, LED ഇൻഡിക്കേറ്റേഴ്സും ക്യാമറയും ഉണ്ട് എന്നുള്ളതാണ്. ക്യാമറ എന്ന് പറയുമ്പോൾ പറയാലോ 360 ഡിഗ്രി ക്യാമറ, 360 ഡിഗ്രി വണ്ടിയെ കാണാവുന്ന അകത്തെ ക്യാമറയാണത്. ഇവിടെ കണ്ടോ മൈ ഹ്യുണ്ടായി കെയർ കളേഴ്സ് നമ്പറൊക്കെ ഉണ്ട്. ഡൗൺലോഡ് മൈ ഹ്യുണ്ടായി ആപ്പും ഉണ്ട്. അതായത് ആപ്പ് സപ്പോർട്ടൊക്കെയുള്ള വണ്ടിയാണ് ഇത്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൂടുതലുള്ള വണ്ടിയാണ്. പക്ഷേ MJ പോലെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എഴുതിയിട്ടില്ല. ഇവൻ ദോ ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും ഈ വെന്യൂവിൻ്റെ പിന്നിൽ വരുമ്പോഴേ എൻ്റെ കണ്ണിൽ പെട്ടത് ആദ്യം ഈ സ്പോയിലറാണ്. നിങ്ങളുടെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ജിംനിക്ക് ആഫ്റ്റർ മാർക്കറ്റ് വെക്കുന്ന സ്പോയിലർ ഇതാണ്, G-Wagon സ്പോയിലറാണ്. അതുപോലെ താർ റോക്സിനാണ് ഉണ്ട്. ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊന്നും ഇല്ല കേട്ടോ, സാധാ സ്പോയിലറാണ്. ഈ സ്പോയിലർ റാപ്പറോൺ സ്പോയിലറാണ്. ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ പോയിട്ട് അങ്ങനെയാണ്. അതിനകത്ത് അവർ ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് HMSL ഓക്കെ അത് കൊടുത്തത് കണ്ടില്ലേ. പിന്നെ ഇതിനകത്ത് കൊടുത്ത ഗ്ലാസ് വാഷ് നോസിലിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് നല്ലതാണ്. വൈപ്പർ ഡിസൈൻ നല്ലതാണ്. ചെറിയൊരു വൈപ്പറാണ്. അപ്പോൾ ഡിഫോഗർ ഉണ്ട്, വൈപ്പറുണ്ട്, ചെറിയ ഗ്ലാസ് ഏരിയയാണ്. അകത്ത് കൂടെ നോക്കിയാൽ നമുക്ക് ബാക്ക് അങ്ങനെ മുഴുവനായിട്ടൊന്നും കാണില്ല. ഷാർക്ക് ഫിൻ ആൻഡിനകത്ത് ക്യാമറ കൊടുത്തില്ല. അടുത്തൊരു അപ്ഡേറ്റിൽ ഉണ്ടായി കൊടുക്കുമായിരിക്കും. കാരണം ഇവരാണ് ആദ്യം കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവരാറ്. ഇത് കൊണ്ടുവരാത്ത എന്താണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ റെഡ് ലൈനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ മുകളിൽ റൂഫൊക്കെ റിബ് ചെയ്തിട്ടുണ്ട്. ആ സൺ റൂഫ് കൊള്ളാം. ഇവിടെ ഇതും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ വ്യത്യാസം എന്ന് പറയുന്നത് തീർത്തും നമുക്ക് കണ്ട ഒരു രസമായിട്ട് തോന്നും. പിന്നെ ബൂട്ടിൻ്റെ ആ ഡോർ അല്ലെങ്കിൽ ഹാച്ചിൻ്റെ ഡോറിൻ്റെ മുകളിൽ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റ് കണ്ടോ. ഇതിൽ വെന്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. വെന്യൂ നമുക്ക് വേണമെന്ന് വായിക്കാം. വേണമെന്ന് വായിക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്ന് പറ്റുമോ ഇല്ല. വെന്യൂ ഓക്കെ. അപ്പോൾ ഈ ലൈറ്റ് കാണാൻ ഭംഗിയുണ്ട്. റാപ്പ് അറൗണ്ട് ലൈറ്റ് തന്നെയാണ്. രണ്ട് ലൈറ്റിൻ്റെ കണക്ഷൻ കൊള്ളാം. ഈ പാനൽ ഗ്യാപ്പുകളൊക്കെ കൺസിസ്റ്റൻ്റ് ആണ്. അത് ഹുണ്ടയുടെ കാര്യത്തിൽ പറയാം. ബിൽഡ് ക്വാളിറ്റി ഹുണ്ടയുടെ കാര്യത്തിൽ നമ്മളധികം പ്രശ്നങ്ങൾ കാണാറില്ല. വ്യത്യസ്തനാമൊരു ബർബറംബാലിനല്ല നടത്തം. എൻലൈൻ്റെ ഒരു ലോഗോ കാണാം. അപ്പുറത്താണെങ്കിൽ വെന്യൂ എന്നുള്ള ലെറ്ററിങ് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് വേരിയൻ ബാഡ്ജിങ് ഒന്നുമില്ല. മുകളിൽ ആ ഒരു ഗ്ലാസ്സിനകത്ത് ചില്ലിട്ട് വെച്ച വെന്യൂ ഓക്കെ. പിന്നെ ഈ ബമ്പറിൽ എലമെൻറ്റുകളുടെ ബാഹുല്യമുണ്ട്. മുന്നിലെ പോലെ തന്നെ അതിൻ്റെ മുകളിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ കുറച്ച് ക്രീസിങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ ക്രീസിങ് നല്ല പറയാം, ഒരു ചെറിയ ഒരു കട്ടിങ് ആണ് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്, ഈ പിയാനോ ബ്ലാക്ക്, ഈ സിൽവർ ഇൻസൈഡ്, പിന്നെയും പിയാനോ ബ്ലാക്ക് രണ്ടുണ്ടിയോ ഓക്കെ. അത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരിത്തിരി എക്സ്റ്റെൻസീവായിട്ട് ഒരിത്തിരി ഭംഗിയായിട്ട് കാണാൻ ഈ വണ്ടർ ബമ്പറിനെ അവർ ശ്രമിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താഴെ നിങ്ങൾ 2 പൈപ്പ് കാണും. എന്താ കാരണം? ഇത് എൻലൈനാണ്. അപ്പോൾ സൗണ്ട് എങ്ങനെയുണ്ട്? ടേക്ക് എ ലിസൺ. കണ്ണാ സൗണ്ട് എപ്പടി ഇருக்கு? അതായത് ശബ്ദം എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? എനിക്ക് ഹ്യുണ്ടായി i20 എൻലൈൻ്റെ അത്രയും ഒരു പഞ്ചായത്ത് തോന്നിയില്ല. എന്നാലും കേൾക്കാൻ രസമുണ്ട്. ഫോർ എ കോമ്പാക്ട് SUV ഇറ്റ്സ് എ ഗുഡ് സൗണ്ടിങ് കാർ അല്ലേ? അതേന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അല്ലെന്നോ ആണെങ്കിൽ അതെന്നോ പറയൂ പ്ലീസ്. വെന്യൂവിൻ്റെ പിൻവശം ഞാൻ അത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ബൂട്ട് നമ്മൾ തുറന്നില്ല. ബൂട്ട് തുറക്കണം. ബൂട്ട് തുറക്കാൻ ഇത് പവേർഡല്ല. നമ്മൾ കൈ എത്തിച്ച് തുറക്കണം. 2 ഹൈഡ്രോളിക് സ്ട്രട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചത് തൂക്കിയിട്ട ഒരു പാർട്ട് ഷെൽഫ് കാണാം. അത് ഡോറിനോടൊപ്പം പോകും. വേണമെങ്കിൽ അത് കളയും ചേട്ടോ. ഫിക്സ് ആയി വെക്കാനുള്ള ലൂപ്പാണ്, അറിയാലോ. പിന്നെ അടയ്ക്കാനായിട്ട് കൊടുത്ത കാര്യം ചെറിയ അകത്തുപെട്ട തുറക്കാവുന്ന ഒരു ചെറിയ ഹോളൊക്കെ കൊടുക്കുന്നുണ്ട്. കോർക്കിയാണ്. ഇവിടെ ലോഡിംഗ് ലിപ്പ് കുറച്ച് ഉയർത്താം. അപ്പോൾ പൊക്കി എടുത്ത് അകത്ത് വെക്കണം. അപ്പോൾ ഒരിത്തിരി കുഴി വെക്കുന്ന പോലെ തോന്നും. പിന്നെ ആ പാഡ് പൊക്കിയ സ്പെയർ വീൽ കാണാം. സ്പെയർ വീലുണ്ട്. ആ സ്പെയർ വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. സ്റ്റീൽ വീലാണ്. ബേസ് മോഡലിൻ്റെ സ്പെക്കാണത്. ഇത് 17 വീലാണ്. അപ്പോൾ 17 വീലിൻ്റെ വണ്ടിക്ക് 15 വീല് സ്പെയർ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അത് കുഴപ്പമില്ല. അടുത്ത പഞ്ചറട വരെ പോയാൽ മതിയല്ലോ, സീനില്ല. പിന്നെ ബോസിൻ്റെ സബ് ഊഫർ ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. അതുപോലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 3 സീറ്റിനും സീറ്റ് ബെൽറ്റ് അകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം യൂട്ടിലിറ്റേറിയനായിട്ടുള്ളൊരു ബൂട്ടെന്ന് പറയാം. ഞാൻ ബൂട്ടിൻ്റെ സൈസ് എഴുതി കഴിഞ്ഞതിനകത്ത് അതുപോലെ വണ്ടി പറഞ്ഞ ആർട്ടിക്കിളിൽ ഫുൾ റിവ്യൂ ഉണ്ടാവും. അതുകൂടി കണ്ടാൽ മതി. എന്തായാലും ഈ ഒരു സ്പെസിഫിക്കേഷൻ പറയുമ്പോഴേ നമ്പേഴ്സ് കൂടി പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അത് താഴെ എഴുതുന്നതാണ് കുറച്ചുകൂടി അറിയാനായിട്ട് എളുപ്പം തോന്നുന്നു. പിന്നെ ഈ ലോഡിംഗ് ലിപ്പിൻ്റെ മുകളിൽ കൊടുത്ത പ്ലാസ്റ്റിക് പീസും ബമ്പറിൻ്റെ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ കൂടിയിട്ട് ഇത് ഡോർ അടയ്ക്കുമ്പോൾ കാണില്ല എങ്കിൽ കൂടിയും അവരത് വൃത്തിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമാണ് അല്ലേ? ഹുണ്ടായി എൻലൈൻ. ഈ എൻലൈനകത്തിരിക്കുമ്പോഴേ അതിനകത്ത് കയറുമ്പോൾ തന്നെ AC ഓഫ് ചെയ്യണോ? വേണ്ടല്ലേ? ഓക്കെ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ സ്റ്റിയറിംഗ് അല്ലേ? ഈ സ്റ്റിയറിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഇതെന്ത് സ്റ്റിയറിംഗാണ്? കാരണം ഇവിടെ ട്രാക്ഷൻ്റെ ഒരു ബട്ടണും ഇവിടെ ഡ്രൈവ് മോഡിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചൊക്കെ റെഡിലാണ്. റെഡ് ലൈൻ ഉള്ള ഒരു വണ്ടിയാണ് അത്. റെഡ് ലൈൻ മീറ്ററിൽ മാത്രമല്ല സ്റ്റിയറിംഗിലും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് റെഡ് ലൈനുള്ള ഒരു വണ്ടി എന്ന് പറയാം.
റീച്ച് ഇല്ല, ടിൽറ്റ് മാത്രമേ ഉള്ളൂ. പാഡ് ഷിഫ്റ്റേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, സ്റ്റാക്കുകൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഡ്രൈവ് മോഡുകൾ തിരിച്ചല്ല അഡ്ജസ്റ്റ് ചെയ്യുക, ഞെക്കുക ചെയ്യുക. ഡ്രൈവ് മോഡ്, ട്രാക്ഷൻ മോഡ്. ഓക്കെ, കോമ്പാക്ട് SUV ആണ്. ഒരിത്തിരി ട്രാക്ഷൻ പോയാലും വണ്ടി ട്രാക്ഷൻ കിടിച്ച് കയറിക്കോളും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കണ്ടോ, ഈ സ്റ്റിയറിംഗ് ടിൽറ്റും റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. കാരണം സീറ്റ് ഒന്നും പിന്നാക്കായിരുന്നു. ഇതിൻ്റെ ഹൈറ്റ് മാത്രം മാനുവലും ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, ഇലക്ട്രിക് ആണെന്ന് പറയാം, സ്വിച്ചാണ്. പിന്നെ സെൻട്രൽ കൺസോളും ഡാഷ്ബോർഡും മാറിയിട്ടുണ്ട്. എനിക്ക് സാധാ വെന്യൂവിൻ്റെ ഡാഷ്ബോർഡാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എൻലൈനേക്കാൾ. വെന്യൂ എന്നുള്ള ലെറ്ററിംഗ് ഉണ്ട്, പക്ഷേ കളർ കോമ്പിനേഷനൊക്കെ കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഇഷ്ടോ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യമായിട്ട് വെന്യൂവിൻ്റെ കാണാം. ഈ എൻലൈനൊക്കെ ബ്ലാക്ക് തീമാണ്. ഇപ്പോൾ 2 കളർ സീറ്റാണ് സാധാ വെന്യൂലെങ്കിൽ എൻലൈൻ അതെല്ലാം ബ്ലാക്കാണ്, റെഡ് ലൈൻ ഉണ്ടെന്നുള്ളൂ. ആ റെഡ് ലൈനിങ് നല്ലതാണ്, ഓക്കെ. പക്ഷേ കുറച്ചും കൂടി എലഗൻ്റ് ആയിട്ട് തോന്നിയത് സാധാ വെന്യൂ ആണ്. ഞാൻ എൻ്റെ ഇൻറ്റീരിയർ കാണിക്കാം. ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്, അകത്തുകൂടെ പോകുന്നുണ്ട്, കൺസോളിലുണ്ട്, ഒക്കെ ഉള്ളതാണ്. കർവ്ഡ് സ്ക്രീനുകൾ എന്ന് പറയുമ്പോൾ 2 സ്ക്രീനാണ്, ക്ലസ്റ്ററും സ്ക്രീനും. 12.3 ഇഞ്ച് സ്ക്രീനുകളാണ്. ഇടയിൽ സിറോസിന് കൊടുത്ത പോലെ AC കൺട്രോൾസ് കൊടുത്തിട്ടില്ല. അതിന് അവരൊരു പുതിയ AC പാനൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ AC പാനൽ ക്രെറ്റയല്ലോ, ഓക്കെ, സെൽറ്റോസ് പോലെ 2 ഫംഗ്ഷൻ നടക്കുന്ന ഒരു പാനലും അല്ല. ഇതിനുള്ള ലെറ്ററിങ്, റീഡ് ചെയ്യുന്ന ഡിസ്പ്ലേ ഒക്കെ പഴയതെന്ന് എടുത്തു വെച്ചാണ്. സ്വിച്ചുകളൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഫീലാണ്. ACയുടെ ടോഗിൾ സ്വിച്ചുകളും അതുപോലെ ഫാൻ്റെ സ്വിച്ചൊക്കെ കാണാം. AC ഓട്ടോ എന്നുള്ള ഓപ്ഷൻസാണ് കാണുക. ഈ AC വെൻറ്റുകളുടെ മുകളിൽ കോർക്കിയായിട്ട് കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അടയ്ക്കാനും തുറക്കാനും പറ്റുമെന്നുള്ളതും അടയ്ക്കുന്നതും തുറക്കുന്നതും ഒരു സിമ്പിളായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഗ്ലോ ബോക്സിൻ്റെ മുകളിൽ കൊടുത്ത ചെറിയ സ്റ്റോറേജ് സ്പേസ്, ഗ്ലോ ബോക്സിൻ്റെ ഒരു അവസ്ഥ, അതായത് അത്യാവശ്യം സ്ഥലമുള്ളൊരു ഗ്ലോ ബോക്സാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് തോന്നി. സാധാ വെന്യൂൻ്റെയും കുറച്ച് ക്വാളിറ്റി ആയിട്ട് തോന്നി. എൻലൈൻ്റെ ബ്ലാക്ക് ആയതുകൊണ്ട് ഒരിത്തിരി ഒരു ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോന്ന് പറയും, വെന്യൂ എന്ന് എഴുതിയിട്ടുണ്ട്, അത് അകത്താണ്. അപ്പോൾ വെന്യൂ ആണെന്നുള്ളത് നമുക്ക് വണ്ടി പുറത്തിറങ്ങി നോക്കേണ്ട കാര്യമില്ല, ഉള്ളിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഓടിക്കുന്നത് വെന്യൂ ആണല്ലേ, ഓക്കെ, ഞാൻ ഓടിക്കുന്നത് വെന്യൂ ആണല്ലേ എന്ന് പറയാം. പിന്നെ ഇവിടെ കൊടുത്ത ഈ AC വെൻ്റെ അവിടെ കൊടുത്ത ഈ സംഗതി ഉണ്ടല്ലോ, ഈ ഫ്രാഗ്രൻസ്, ഇത് ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകും ഉറപ്പാണ്. ഇത് 2 ഉണ്ട്. അതിന് മുകളിലൊരു ചെറിയ മണം വരാനുള്ള ഒരു മുല്ലപ്പൂവിൻ്റെയോ എന്തൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ബിസ്ക്കറ്റ് പോലത്തെ ആ ഫ്രാഗ്രൻസ് ഇട്ടിട്ട് ഫിറ്റ് ചെയ്യാനകത്ത് അത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് ആൾക്കാർ കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പാകണ്ടോ, ഇത് ഉരുടെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. സംഭവം സിമ്പിളാണ് കേട്ടോ. അതായത് ഇതൊരു സൂക്ഷിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എൻലൈനാണ് വാങ്ങുന്നതെങ്കിൽ. ഈ AC വെൻറ്റുകളുടെ സൈസും രസമുണ്ട് കാണാനായിട്ട്. 2 AC വെൻറ്റുകൾ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് മൗണ്ട് ചെയ്ത AC വെൻറ്റുകളാണ്. 2 എന്ന് പറയുന്നത് സാധാരണ ഡാഷ്ബോർഡുള്ള ഇൻറ്റീരിയർ ഇത്, അതായത് അണമുറിയാതെ പോകുന്ന AC വെൻ്റ് ആയിട്ട് തോന്നില്ല. ആ വെന്യൂന് ഭാഗത്തുകൂടി AC വെൻ്റ് കണക്ഷൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നലുണ്ട്. എൻ്റെ തോന്നലാണ്, ഹുണ്ടായിട്ടല്ല. ഈ ഓട്ടോ ഡിമ്മിങ്ങുള്ള മിററിനകത്ത് നമുക്ക് ബ്ലൂ ലിങ്കിൻ്റെയും അല്ലെങ്കിൽ SOS സപ്പോർട്ടൊക്കെ കാണാം. ഈ ഓട്ടോ ഡിമ്മിങ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല കേട്ടോ, സാധാരണ കാണാറുണ്ട്. പിന്നെ ഈ മുകളിൽ കാണുന്നതുണ്ടല്ലോ ഹെഡ്ലൈനർ, അതും ബ്ലാക്കിലാണ്. ഇതിനകത്ത് കണ്ണാടിയൊന്നുമില്ല, ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പുറത്തൊരു കണ്ണാടി ഉണ്ട്. അത് ഇപ്പോഴത്തെ വണ്ടികളിൽ എല്ലാവരും പിശുക്കുന്നുണ്ട്. കണ്ണാടിക്ക് അടപ്പോ ലൈറ്റോ ഒന്നും കൊടുക്കാറില്ല. കോസ്റ്റ് കട്ടിംഗ് ആണ്, ഓക്കെ. ഈ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതും എയർ ബാഗ് ഉള്ളതാണെന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് കൊടുക്കാവുന്ന കാര്യമായിരുന്നു. 2 തട്ടുകളായിട്ട് കൊടുത്ത ചാർജിങ് പോർട്ടുകളിൽ ഒന്ന് വയർലെസ് ചാർജിങ് ആണ്. താഴെ കൊടുത്ത ചാർജിങ് പോർട്ടുകളിൽ നമുക്ക് വേണമെങ്കിൽ ചാർജിങ് മാത്രമോ അതല്ലെങ്കിൽ ചാർജിങ്ങും USB, അതായത് ഈ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ആയിട്ട് മാറ്റാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വയർലെസ് ചാർജ് ഓഫ് ആണോ ഓൺ ആണോ എന്നുള്ളത് വെച്ച് അറിയാൻ പറ്റും. പിന്നെ 12 വോൾട്ട് 180 വാട്ട്സ് ആ ഒരു പുഷ് തന്ന സിഗരറ്റ് ലൈറ്റ് ടൈപ്പ് ആ ചാർജിങ് പോർട്ടും കാണാം. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്, ഓട്ടോ ഹോൾഡ് ഉണ്ട്. ഇത് എൻലൈനാണ്. ഈ എൻലൈൻ്റെ ലിവർ നമ്മൾ പല വണ്ടിക്കും കണ്ടിട്ടുണ്ട്. ഈ ഷിഫ്റ്റർ എന്ന് പറയുന്നത് വെന്റിലേറ്റർ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ 2 സീറ്റിന്. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, അത് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സാണ്. ഞാൻ നേരത്തെ എക്സ്റ്റീരിയർ കാണിച്ചു. ഇവിടെ ഒരു ചെറിയ ഒരു പാനൽ പോലെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തോന്നി. അത് സ്പീക്കറാണെന്ന് നോക്കി, സ്പീക്കറല്ല തോന്നുന്നു. പിന്നെ ഈ ക്ലസ്റ്ററിനകത്ത് കൂടെ കൈ ഓടിച്ചാൽ അല്ലെങ്കിൽ കണ്ണോടിച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ കറണ്ട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അതായത് വേണ്ടുന്ന കാര്യങ്ങളും ടെയിൽ ലൈറ്റ്സും കാര്യങ്ങളും മാത്രമല്ലാണ്ട് കോമ്പസ് കൊടുത്തിട്ടുണ്ട്, അഡാസിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിലൂടെ ഒന്ന് കൈ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. ഇത് അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ്, അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടൊരു സ്ക്രീൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. സെറ്റിങ്സിനകത്ത് പോയി കഴിയുമ്പോൾ നമുക്കവിടെ ആ ബ്ലൂ ലിങ്കോ അല്ലെങ്കിൽ ജനറലോ ഫോൺ കണക്ഷനോ സൗണ്ടോ വെഹിക്കിളോ കാണാം. വെഹിക്കിളിൽ നമുക്ക് ക്ലൈമറ്റ്, ഡ്രൈവർ അസിസ്റ്റൻസ്, ലൈറ്റ്സ്, ഡോറ്, കൺവീനിയൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഒരു വണ്ടി വാങ്ങുന്ന ആൾക്ക് തീർത്തും ബുദ്ധിമുട്ടില്ലാണ്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനും അതിൻ്റെ ലേ ഔട്ടുമാണെന്ന് പറയാം. ഇപ്പോൾ ലേ ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഗേജ് സ്റ്റൈൽ, എനിക്ക് സിമ്പിളായിട്ടുള്ള ഗേജ് സ്റ്റൈലാണ് കുറച്ചുകൂടി ഇഷ്ടം. അതായത് നമ്മൾ സാധാരണ സൂചിയുള്ള 2 സംഗതികൾ, അതിനകത്ത് ക്യാമറ ആ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററിൽ ആ ഡിസ്പ്ലേയുടെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ മോഡേൺ എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ഡിസൈനായി കളറൊക്കെ മാറി. ഇത് ഡ്രൈവ് മോഡുകൾക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ചുവപ്പും കാര്യങ്ങളായിട്ട് വീണ്ടും ആ ഒരു സ്പോർട്സും റെഡും അല്ലെങ്കിൽ നീലയും ഈക്കും ഒക്കെ മാറുന്നത്. ഓക്കെ, നമുക്ക് എന്ത് വേണം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലിങ്ക് ടു ഡ്രൈവ് മോഡെന്നോ സ്റ്റൈൽ എയോ സ്റ്റൈൽ ബിയോ സ്റ്റൈൽ സി ഒക്കെ കൊടുക്കാം. ഇപ്പോൾ ലിങ്ക് ടു ഡ്രൈവ് മോഡ് വേണ്ട, ഈ സ്റ്റൈൽ എ കൊടുത്താൽ തന്നെ നമുക്ക് സൂചിയും കാര്യങ്ങളും കിട്ടും. മെഴ്സീഡീസ് ബെൻസിൻ്റെ ഡയലുകളോട് സമയമുള്ള ഡയലും തോന്നി. അതായത് സെറ്റിങ്സിനകത്ത് വരുമ്പോൾ കേട്ടോ രസമുണ്ട് കാണാനായിട്ട്. സ്റ്റൈൽ ബി എനിക്ക് ഇഷ്ടപ്പെട്ടു, സ്റ്റൈൽ സിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ റെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനത് ഫിക്സ് ചെയ്യാണ്, അത് മതി. പിന്നെ ഈ അഡാസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കുറേ അധികം അഡാസ് ഫീച്ചേഴ്സ് എൻലൈനിലുണ്ട്. അതുപോലെ വെതർ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അഡാസിൻ്റെ ഒരു കാര്യത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ. അതിൻ്റെ ADAS, അതായത് അഡാസ് എന്ന് പറയുന്ന സെറ്റിങ്സ്, അതിനകത്ത്
നമുക്ക് ഈ വെഹിക്കിളിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവർ അസിസ്റ്റൻസാണ്. അതിനകത്ത് ഡ്രൈവിംഗ് കൺവീനിയൻസ്, ഡ്രൈവിംഗ് സേഫ്റ്റി, ഡ്രൈവർ അറ്റൻഷൻ വാണിങ് നമ്മൾ ക്രെറ്റയിൽ കണ്ട അല്ലെങ്കിൽ സെൽറ്റോസിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ലൈറ്റ്സ്, ഡൂർസ്, കൺവീനിയൻസ് ഒക്കെ. ഇപ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസിൽ എന്താണ് ഡ്രൈവർ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്രൂസ് കൺട്രോൾ, SCSC അല്ല SCC എന്ന് വെച്ചാൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതുകൂടാതെ ഇവിടെ ഡ്രൈവർ അസിസ്റ്റൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സേഫ്റ്റിയാണ്. ഫോർവേഡ് സേഫ്റ്റി നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. കൊളീഷൻ വാണിംഗ്, കൊളീഷൻ ബ്രേക്കും ചെയ്യും. ലൈൻ സേഫ്റ്റി ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ, ബ്ലൈൻഡ് സ്പോട്ട് സേഫ്റ്റി, സേഫ് എക്സിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഒരു വണ്ടിക്ക് ഇപ്പോൾ വേണ്ടുന്ന കാര്യങ്ങളല്ലാണ്ട് പാർക്കിംഗ് സേഫ്റ്റിയിൽ എനിക്ക് സറൗണ്ട് വ്യൂ മോണിറ്ററും അല്ലെങ്കിൽ ഓട്ടോ പാർക്കിംഗ് ഡിസ്റ്റൻസും ആണെങ്കിൽ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ക്യാമറയുടെ ഒരു കാര്യം പറയുമ്പോൾ ക്യാമറയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയണ്ടേ. ക്യാമറയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ക്യാമറയുടെ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ക്യാമറ അവിടെ വരും. ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരുപാട് ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ആവറേജ് ക്വാളിറ്റി ക്യാമറ എന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് റിവേഴ്സ് ഇട്ടാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ കേട്ടോ. ഇനി ഡോർ പാഡിൽ നമുക്ക് ബോസിൻ്റെ സ്പീക്കർ കാണുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡറുകളുണ്ട്. ചെറിയ ബോട്ടിൽ വയ്ക്കാൻ പറ്റും, വലിയ ബോട്ടിൽ വയ്ക്കാൻ പറ്റില്ല. ചെറിയ ബോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന ഹോൾഡറാണ്. ഓക്കെ, ബോട്ടിൽ ഹോൾഡർ വലുപ്പം കുറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. ആംറസ്റ്റിലൊരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചുകളൊക്കെ തന്നെയും ഒരു ഇത്തിരി ബ്ലാക്കിഷ് ആയതുകൊണ്ട് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളും ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പും വലതുവശത്തായിട്ട് കൊടുത്ത് കാണാം. പിന്നെ പെഡലുകൾ എൻലൈൻ ആയതുകൊണ്ട് സ്പോർട്ടി പെഡലുകളാണ്. അതുപോലെ ഈ വണ്ടിയുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങും ഫുൾ സറൗണ്ട് സ്റ്റിയറിംഗ് ആണെന്നുള്ളത് എനിക്ക് ഇഷ്ടമാണ്. കാരണം പലപ്പോഴും ഈ ഫ്ലാറ്റ് പോട്ടം കൊടുത്ത് ഒരുപാട് അനോയിങ് ആണ്. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, സീറ്റിൻ്റെ വിടുത്ത് അഡക്വേറ്റ് ആണെന്ന് പറയാം, അല്ലാണ്ട് ഒരു വലിയ സീറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന തന്നെ കൃത്യമായിട്ട് അതിനകത്ത് കയറ്റിയിരുത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റെഡ് ലൈൻ എവിടെ, ഒന്ന് ടാക്കോമീറ്ററിൽ, ഒന്ന് ഗിയർ ലിവറിൽ, ഒന്ന് സീറ്റിൻ്റെ മുകളിൽ, എവരിവെയർ റെഡ് ലൈനിങ് ആണ്. ഇതിൻ്റെ ട്വീറ്ററൊക്കെ കൊടുത്തൊക്കൊള്ളാം. എനിക്ക് സിയുടെ കാര്യം ഒന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. പെട്ടെന്ന് കൂടാവുന്ന സിയാണ്. ഇവർ ഒരു 5D മാറ്റ് കൂടി വണ്ടി കൂടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ ഉണ്ടാവില്ല, ടെസ്റ്റ് വേണ്ടിയുള്ളതാണ്. ഇവിടെ ഫോൺ വെക്കാൻ കൊടുത്തിട്ടുള്ള ഭാഗത്തുള്ള ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനും പുതിയ ക്ലസ്റ്ററും ഈ കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ നമ്മുടെ കണ്ണിന് താഴെയാണ്. നമുക്ക് ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി കൊടുക്കുന്നത്. ഇതൊരു വലിയ വണ്ടിയാണെന്ന് ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ഗ്ലാസ് ഏരിയയൊക്കെ കൊള്ളാം. അപ്പോൾ പിന്നെ ഗ്ലാസ് ചെറുതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിൽ ആളിരിക്കുമ്പോൾ കാണാൻ പറ്റില്ല കൂടെ. എന്നാലും ആ ഗ്ലാസ്സിന് ഓക്കെ, സൈസ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒരു ഗുഡ് പ്ലേസ് ടു ബി ഇൻ എന്നുള്ളതാണ് വെന്യൂവിൻ്റെ അകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വണ്ടിക്കകത്ത് കയറിയിരിക്കുന്ന ഫീലല്ല, ഒരു വലിയ വണ്ടിക്കകത്ത് കയറുന്ന ഫീലല്ല, എന്നാൽ നന്നായിരിക്കാവുന്ന ഒരു സീറ്റിലൊരു വണ്ടി എന്നാണ് വെന്യൂവിൻ്റെ എൻലൈനെ പറയാൻ പറ്റുക. വെന്യൂവിന് അങ്ങനെ തന്നെ പറയാൻ പറ്റുക അല്ലേ, ആണോ? പിന്നെ ഈ റാംറസ്റ്റ് കൂടി കാണാം. റാംറസ്റ്റ് അത്യാവശ്യം ഡീപ്പാണ്. കപ്പ് ഹോൾഡറിന് ചുറ്റും 2 കപ്പ് ഹോൾഡറാണ്. ആ കപ്പ് ഹോൾഡറിന് ചുറ്റും ആംബിയൻ്റ് ആയിട്ടുണ്ട്. ഒരു ഫോൺ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ മുൻവശത്തെ കാര്യം എന്ന് പറയുന്നത്. സ്ക്രീൻ, AC പാനൽ, ക്ലസ്റ്റർ സ്ക്രീൻ, ഓക്കെ, പാഡ് ഷിഫ്റ്റേഴ്സ്, പിന്നെ സ്വിച്ച് കേസ്, അതായത് സ്റ്റിയറിങ്ങിൻ്റെ മുകളത്തെ ഈ ഹോൺ പാഡ് കണ്ടോ. ഈ ഹോൺ പാഡിന് ഇപ്പോൾ വന്ന വിറ്റാരയ്ക്കുണ്ട്. പുതിയ വിറ്റാര അല്ലല്ലോ, അതിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, ഇൻവിക്ടോയും അല്ല, വിക്ടോറിസ്. ഓക്കെ, വിക്ടോറിസിന് സ്റ്റിയറിങ്ങിന് ഒരു റൗണ്ട് സാധനമുണ്ട്. അതുപോലെ തന്നെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പോലെയാണ്. പുതിയ ഡിസൈനാണ്, രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് എൻലൈൻ്റെ ലോഗോ. ഇത് വെന്യൂ ആണ്, എൻലൈനാണ്. ഹുണ്ടായാണോ? അത് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഇടതുവശത്തെ സീറ്റിന് പവർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും മുന്നോട്ടാക്കുന്നതും ഒക്കെ തന്നെയും സാധാരണ നമ്മൾ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു എയർ ബാഗ് ഓഫുള്ള കീ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പുറത്ത് നമുക്ക് എന്താ ഇലക്ട്രിക്കാണ്, ഇപ്പുറത്ത് നമുക്ക് എന്താ മാനുവലാണ്. ഇതിൻ്റെ പിൻസീറ്റിൻ്റെ ഈ ചാര് കുറച്ചും കൂടി ചേരുന്നുണ്ട് പിന്നാകം. ഇവിടെ ലെഗ് റൂം ഇഷ്ടം പോലെ ഉണ്ട്, നീ റൂം ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, തലമുട്ടുന്നില്ല ഒരു കൈൻ്റെ ഹെഡ് റൂം ഉണ്ട്. പിന്നെ സീറ്റിന് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. AC വെൻ്റ് കാണാം. 2 C പോർട്ടുകളും താഴത്തെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുന്നിലെ ഡോറിലേ റിക്കറ്റ് സെൻസർ ആണെങ്കിലും കീ ആണെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ മാത്രമേ ഉള്ളൂ, ഡ്രൈവിംഗ് ഡോറിൽ മാത്രമേ ഉള്ളൂ, അപ്പുറത്തില്ല. ഇവരിവിടെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് 2 വലിയ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, 3 സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഈ സീറ്റിൻ്റെ ഇരിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി ചാരിക്കാൻ പറ്റുന്നുണ്ട്. വിശാലമായിട്ടിരുന്ന് പോകാൻ പറ്റുമോ? പറ്റും. ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂം ഉണ്ട്, നീ റൂം ഉണ്ട്. ഇവിടെ ചെറിയ ഹമ്പാണ്, എന്നാലും 3 പേർക്ക് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. AC വെൻ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിൽ ഈ 2 സീറ്റ് കളറല്ലേ സാധാ വെന്യൂൻ്റെ, അതാണ് ഭംഗി. ഇത് ബ്ലാക്ക് ഒരു ഇത്തിരി കൂടി ഡള്ളായിട്ട് തോന്നുന്നുണ്ട്. ഒരു ക്ലാസ്ട്രോഫോബിക് ആയിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നില്ല, തോന്നുകയാണെങ്കിൽ കർട്ടൻ അയച്ചാൽ മതി. അപ്പോൾ കർട്ടനും കൊടുത്തിട്ടുണ്ട്. ഡോർ പോക്കറ്റുകളുണ്ട്. ഡോർ പോക്കറ്റ് വലുതാണ്, മുന്നിലെ പോലെ വലിയ ബോട്ടിൽ വയ്ക്കാൻ പറ്റും. ബോസിൻ്റെ സ്പീക്കർ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിൻവശവും അത്യാവശ്യം കൊള്ളാം. ഒരു ഹാച്ച് ബാക്ക് എന്നൊരു കോമ്പാക്ട് എസ്യൂവിയിലേക്ക് മാറുമ്പോൾ അങ്ങനെ മാറാൻ പറ്റിയ വണ്ടിയായിട്ട് വെന്യൂവിനെ കാണാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. 3 പേർക്ക് ടൈറ്റ് ആയിട്ടാണെങ്കിലും ഇരിക്കാം, മുന്നിൽ 2 പേർക്ക് ഇരിക്കാം, 5 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. പിന്നെ എൻലൈൻ അല്ലേ, ഡ്രൈവർ ഒന്നും ഇങ്ങനെ ആക്സിഡൻ്റ് ഒന്നും കുഴപ്പമില്ല, ചായ ഇരുന്നിട്ട് ബെൽറ്റ് ഇട്ടാൽ മതി, പ്രശ്നമില്ല. ബെൽറ്റ് ഇടണേ, സേഫ്റ്റി ഫസ്റ്റ്. വെന്യൂവിൻ്റെ ജനറേഷൻ മാറി വെന്യൂവിനെ ചില്ലിട്ട് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ വലിയൊരു മാറ്റം കൂടി വന്നു. അത് കീ ആണ്. ഈ കീ കണ്ടോ, ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് തുറക്കും പറഞ്ഞാൽ ലോക്ക് തുറക്കും. പിന്നെ ഇത് ഹോൾഡ് ചെയ്താൽ സ്റ്റാർട്ടാവും. ഇത് ലോക്ക്, ഇതാണ് ലോക്ക്, ഇത് വെറുതെ ഡമ്മി. ഈ ഹോൾഡ് ബട്ടൺ എന്താ അവർക്ക് ഇവിടെ വെച്ചാൽ, അപ്പോൾ ഇവിടെ ബട്ടൺ വേണ്ടേ? കൊള്ളാം, നല്ല ഭംഗിയുള്ളൊരു കീ ആണ്.
ഫങ്കി ഡിസൈനാണ് ഹുണ്ടായ് വെന്യൂൻ്റെ. മൈത്രേൻ്റെ മീശ പോലുള്ള ലൈറ്റുകൾ കൊടുത്തിട്ട് മഹീന്ദ്ര മാതൃകയായപ്പോൾ ചാട്ടുളി പോലത്തെ ലൈറ്റുകളുമായിട്ടാണ് ഹുണ്ടായ് വന്നിട്ടുള്ളത്. മുന്നിലെ ലൈറ്റിൻ്റെ ഒരു കാര്യം കണ്ടില്ലേ, സൈഡിലുണ്ട് പാർക്കിംഗ് സെൻസർ. ഇത്രയൊക്കെയാണ് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്, എൻലൈനെ കുറിച്ച് പറയാനുള്ളത്. എസ്പെഷ്യലി ഈ ഒരു വീലിൻ്റെ സൈസ് കൂടുതലാണ്, പിന്നെ സാധാ വെന്യൂവിനേക്കാൾ കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്, വിലയും കൂടുതലാണ് ഒബ്വിയസ്ലി. അപ്പോൾ ആ ഒരു പ്രൈസിങ് പോയിന്റിൽ എനിക്ക് തോന്നുന്നു ഇത്തിരി സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിയാണ്, 1 ലിറ്റർ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ സോണറ്റ്, സെൽറ്റോസ്, ക്രെറ്റ, വെന്യൂ, അതല്ലെങ്കിൽ സീറോസ് ഒക്കെ ഇപ്പോൾ ഹുണ്ടായ് കിയയുടെ കുറേ വണ്ടികൾ നിലത്തിലുണ്ട്. അതിനകത്ത് എനിക്ക് ചെറിയ സൈസിലുള്ള വണ്ടികൾ ഇഷ്ടമാണ്. ആ ഒരു സൈസ് നോക്കിയിട്ട് ചെറിയ സൈസിൽ വലിയ പാക്കേജ് എന്ന നിലയ്ക്ക് അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാന്ന് പറയുന്ന പോലെ ഈ വെന്യൂ എന്ന് പറയുന്നത് സവിശേഷതകളാൽ സമ്പന്നമാണ്. ഫീച്ചേഴ്സ് ഉണ്ട്, പവർ ഉണ്ട്, എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്, ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേഴ്സറ്റാലിറ്റിയാണ്. ആർക്കും മേടിക്കാം, കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാം, കൂടിയ വിലയ്ക്ക് മേടിക്കാം, ഓട്ടോമാറ്റിക് മേടിക്കാം, മാനുവൽ മേടിക്കാം, ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഹുണ്ടായ് വെന്യൂ ഓടിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം എൻലൈൻ ഓടിക്കുന്നത്, അതിനുശേഷം നമുക്ക് സാധാ വണ്ടി ഓടിക്കണം, ഡീസൽ ഓട്ടോമാറ്റിക്. കാരണം ഹുണ്ടായ് ഡീസൽ ഓട്ടോമാറ്റിക് വെന്യൂവിൽ കൊണ്ടുവന്നത് ഒരു വലിയ കാര്യം. കാരണം വെന്യൂ വാങ്ങുന്ന ആളുകൾക്ക് 250 ന്യൂട്ടൺ ടോർക്കുള്ള ഒരു ഡീസൽ വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ഇല്ലാത്ത ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തോട് തീരുമാനിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം. ഹുണ്ടായ് വെന്യൂ എൻലൈൻ ഓടിക്കുകയാണ്, ഗോവയിലാണ് ഓടിക്കുന്നത്. അപ്പോൾ സ്പോർട്ട് മോഡാണ്, കാല് കൊടുക്കുകയാണ്, D4 ആണ്. കാല് കൊടുത്താൽ D3 റെവ് മാച്ച് ചെയ്തു, ഷിഫ്റ്റായി. ഓക്കെ, നമ്മൾ ഹൈവേ സ്പീഡിലെത്തി. അതിൽ കൂടുതൽ സ്പീഡിൽ നമ്മൾ ഓടിക്കുന്നില്ല. സേഫ് ആൻഡ് സൗണ്ട്, അതാണ് ഡ്രൈവിങ്ങിൻ്റെ പുതിയ മന്ത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലസ്റ്റർ നല്ല റീഡബിളാണ്, സ്ക്രീൻ നല്ല റീഡബിളാണ്. പിന്നെ ഈ ഫ്രാഗ്രൻസ് ഡുവൽ സോണാണ്. ഇവിടെയും വെക്കാം, അവിടെയും വെക്കാം, അവിടെയും വെക്കാം, ഇവിടെയും വെക്കാം. രണ്ട് മണം, ഒന്ന് റോസ, ഒന്നുമില്ല, ഒന്ന് റോസ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ ഡയൽസ് കണ്ടാൽ ഒന്ന് തിരിക്കുക ചെയ്യാം, തിരിക്കല്ല ചെയ്യാം, ഞെക്കുക ചെയ്യാം. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ പറയാം. പിന്നെ അത് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് സർക്കിളാണെന്നുള്ളതാണ്. ഫ്ലാറ്റ് ബോട്ടമാക്കിയിട്ട് വൃത്തികേടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ഗുണമുള്ള കാര്യം. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റി കൊള്ളാം, കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. ഇപ്പോൾ DCT ഒരു കാര്യം പറഞ്ഞാൽ അത് 7 സ്പീഡ് DCT ആണ്. കാല് കൊടുക്കുമ്പോൾ നമുക്ക് പാഞ്ഞ് കയറി പോകുന്ന ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ സിറ്റിയിൽ എടുക്കുമ്പോൾ വണ്ടിക്ക് ഇത്തിരി ചെറുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സിറ്റിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കില്ല. അപ്പോൾ ഞാൻ മാനുവൽ മോഡാക്കിയിട്ട് അത് പരിഹരിച്ചു. അതായത് ആവശ്യമില്ലാത്ത ഷിഫ്റ്റിംഗ് ഒഴിവാക്കി തന്നെ ചെറുക്കിൻ്റെ കാര്യം മാറും. പിന്നെ എടുക്കുമ്പോൾ ഒരു ചെറിയ ലാഗ് പോലെ തോന്നി ആ ഇനീഷ്യൽ എടുക്കുമ്പോൾ. അത് DCT സ്വഭാവമാണ്, 1 ലിറ്റർ ആണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ. ഞാൻ അമേരിക്ക പോയിട്ടില്ല. എന്നാലും 100 bhp ഉണ്ടാക്കാനായിട്ട് V8ഉം V6ഉം വേണം. ആ നിലയ്ക്കുള്ള കാലത്ത് നിന്നാണ് ഹുണ്ടായി 120 bhp ഉണ്ടാക്കുകയാണ് ഈ ഒരു 1 ലിറ്റർ ടർബോ കൊണ്ട്, 3 സിലിണ്ടർ എഞ്ചിൻ്റെ. അപ്പോൾ ഇത് എഫിഷ്യൻ്റ് ആണ്, ഇത് നല്ല മൈലേജ് ഉണ്ട്. ഞാൻ മാന്യമായിട്ട് ഓടിച്ചപ്പോൾ 17, 16 ഒക്കെ കാണിച്ചു, 16, 17, 17 വരെ കാണിച്ചു. പക്ഷേ കാല് കൊടുത്ത് ഓടിച്ചപ്പോഴേ 6, 5 ഒക്കെ കണ്ടു. അപ്പോൾ അത് നോക്കണം, ടർബോ സ്പൂൾ ചെയ്താൽ മൈലേജ് കുറയും എന്നുള്ളതാണ്. പെർഫോമൻസ് വേണോ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ഇപ്പോൾ DCTക്ക് മൈലേജ് ഉണ്ട്, കാരണം DCT സോർട്ട് ഓഫ് മാനുവൽ തന്നെയാണല്ലോ, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ അല്ല, ഡ്യുവൽ ക്ലച്ച് ആണ് എന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസ് ഒക്കെ കൊള്ളാം, അത്യാവശ്യം ടൈറ്റൊക്കെ ഉണ്ട്. ഹെവിയാണ്, സിറ്റി ട്രാഫിക് ലൈറ്റാണ്, ഒരു വരലോട് തിരിക്കാൻ പറ്റും. എന്നാൽ ഹൈവേയിൽ വെയിറ്റ് വെക്കേണ്ടതായാലും കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, എന്തൂസിയാസ്റ്റിക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ i20 പോലുള്ള i20 എൻലൈൻ്റെ പോലുള്ള അത്രയും സൗണ്ട് നമുക്ക് കിട്ടിയില്ല. എന്ന് വെച്ചാൽ സൗണ്ട് എന്ന് പറയുമ്പോൾ എക്സോസ് നോട്ട് അത്ര ഒരു പഞ്ചായിട്ട് തോന്നിയില്ല, സ്റ്റിൽ നല്ല എക്സോസ് നോട്ടാണ്. അതുപോലുള്ള കാര്യങ്ങളാണ്. ബ്രേക്ക് 4 ഡിസ്ക് ആയതുകൊണ്ട് ചവിട്ടിയാൽ ചവിട്ടിയെടുത്ത് നിൽക്കുന്നുണ്ട്. ഡിസ്ക് ആയതുകൊണ്ട് നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി നല്ലതാണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ, ഇത് എൻലൈൻ ആണല്ലോ, എൻലൈൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് സ്റ്റിഫ് ആവണം എന്നില്ലേ. സ്പോർട്ട് മോഡലല്ലേ, പക്ഷേ സ്റ്റിഫ് അല്ല കേട്ടോ. സ്റ്റിഫുമല്ല സോഫ്റ്റുമല്ല, ഇൻ ബിറ്റ്വീൻ എന്ന് പറയാം. അതായത് അത്ര വലിയ സ്റ്റിഫും ഇല്ല, എന്നാൽ അത്ര വലിയ സോഫ്റ്റും ഇല്ല. നമുക്ക് പാലത്തിൻ്റെ ആ ജമ്പൊന്നും അറിയാനില്ല. അതായത് സുഖമായിട്ട് പോകുന്നുണ്ട്. എന്നാൽ മോശം റോഡുകളിൽ ചെറിയൊരു അടി, പൊങ്ങി തേടുന്നൊരു അടി കിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിത്തിരി സ്റ്റിഫാണ് എന്ന് പറയുന്നത്, വളരെ സ്റ്റിഫല്ല എന്നുള്ളതാണ്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഹൈലൈറ്റ്. ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല, ഡീസൽ എഞ്ചിൻ തന്നെ നല്ലതായിരുന്നു, ഡീസൽ എഞ്ചിൻ ഓടിക്കാൻ രസമായിരുന്നു. അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ കൂടെ ഒരു ഓട്ടോമാറ്റിക് വേണം എന്ന് ആളുകൾ പറഞ്ഞിട്ട്, ഇപ്പോൾ ക്രെറ്റ പോലുള്ള വണ്ടികളെക്കാളും കുറഞ്ഞ വെയിറ്റുള്ള വെന്യൂവിൽ ഇത് വരുമ്പോൾ അത് ഓടിക്കാൻ കുറച്ചുകൂടി ഫണ്ണായിരിക്കും. എന്തായാലും ഓടിക്കുന്നുണ്ട്, ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. പിന്നെ ഈ 1 ലിറ്റർ എന്ന് പറയുന്നത് നല്ല ഫണ്ണാണ്, നല്ല ഡ്രൈവബിളാണ്, നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴേ ഈ വണ്ടി NVH ലെവൽസിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് ബോണറ്റിന് ഇൻസ്റ്റലേഷനും ഇല്ല, എന്നിട്ട് കൂടി ഈ വണ്ടിക്ക് അധികം സൗണ്ടും ലഹളൊന്നും അകത്തേക്ക് വരുന്നില്ല, സ്മൂത്താണ്. എഞ്ചിൻ ഓട്ടം എന്ന് പറയുമ്പോൾ കൂടിയ RPM മാത്രമേ വരുന്നുള്ളൂ. റെഡ് ലൈനിൽ ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നില്ല, പകരം ഷിഫ്റ്റ് ആവാണ് അടുത്ത ഗിയറിലേക്ക്. അത് എനിക്ക് തോന്നുന്നു അത് ഗിയർ ബോക്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഹുണ്ടായ് ചെയ്തതായിരിക്കും. പിന്നെ അഡാസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിറ്റി യൂസിന്, അതായത് ട്രാഫിക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലെ ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ യൂസാണ്. നമുക്ക് മുമ്പിലത്തെ വണ്ടി പോകുമ്പോൾ ഈ വണ്ടി പോവും, അത് നിൽക്കുമ്പോൾ നിൽക്കും, അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. 3 വണ്ടിയോ 2 വണ്ടിയോ ഡിസ്റ്റൻസ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ അതിനിടയിൽ കൂടെ ഒരു വണ്ടി കയറ്റി വെച്ചിട്ട് അത് മുടക്കുണ്ടായിട്ട് ഞാൻ ഒന്ന് കാല് കൊടുക്കണേ. ഇവിടെ എവിടെയോ ഇൻ്റർസെപ്റ്റ് ഉണ്ട്, എന്നാലും കാല് കൊടുക്കാം. ഇത് കാല് കൊടുക്കുമ്പോഴല്ലോ ഡൗൺ ആവുമ്പോഴല്ലോ ഇത്
അവർ ബ്ലിപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് റവ് മാച്ചിങ്? റവ് മാച്ചിങ് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പം നമ്മൾ ഗിയർ മാറണം മാനുവൽ വണ്ടി. ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ വണ്ടി പറന്ന് പോകുന്നു, രണ്ടാമത്തെ ഗിയറിലേക്ക് മാറുമ്പോൾ RPM കൂടും. അപ്പോൾ എഞ്ചിൻ്റെ പിടുത്തമല്ലേ, അപ്പോൾ ആ പിടുത്തം ചെറുക്കായിട്ട് നമ്മുടെ വീലിലേക്ക് വരുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, RPM കയറ്റി വയ്ക്കും. RPM കയറ്റി വയ്ക്കും പറയുമ്പോൾ ഗിയർ മാറുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് റേസ് ചെയ്യും. ഒന്ന് റേസ് ചെയ്തിട്ട് RPM നമുക്ക് അറിയാലോ ഏകദേശം രൂപ ഉണ്ടാവും. 3000 RPM-ലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4500 RPM-ലേക്കാണ് ചെറിയ ഗിയറിലേക്ക് ആകുമ്പോൾ വരിക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു 4500 RPM-ലേക്ക് ഒന്ന് ബ്ലിപ്പ് ചെയ്തിട്ട് ഗിയർ മാറും. അത് കമ്പ്യൂട്ടറൈസ്ഡാണ് ഈ ഒരു വണ്ടിയിൽ. നമ്മൾ മാനുവലായിട്ട് ചെയ്യും. അത് നമ്മൾ റവ് മാച്ചിങ് പറയും. ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് പണ്ടേ ഉണ്ടാക്കിയതാണ്, ലിങ്ക് ഞാൻ കൊടുക്കാൻ കണ്ടോ കേട്ടോ. അപ്പോൾ ഇത് റവ് മാച്ചിങ് ഉണ്ട്, രസമാണ്. പിന്നെ ഈ പാഡ് ഷിഫ്റ്റർ വെച്ച് നമുക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. മാനുവൽ മോഡൽ ആവണമെന്നില്ല, ഏത് മോഡലും ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഗുണമാണ്. ഈ കർവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് കാണാനും ഭംഗിയുണ്ട്, യൂസ് ചെയ്യാനും കൊള്ളാം. പിന്നെ മീറ്റർ ലെസ്റ്ററിൻ്റെ ഈ ഒരു മെഴ്സീഡീസ് ബെൻസ് കൈൻഡ് ഓഫ് ഡയൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അത് വെച്ചിട്ട് ഓടിക്കുന്ന വണ്ടി. AC വെൻ്റുകളുടെ കാര്യം പറയുമ്പോൾ AC കാര്യം പറയുമ്പോൾ നല്ല AC ആണ്. AC എന്ന് പറയുമ്പോൾ നല്ല കൂളുള്ള AC ആണ്. അത് കൊറിയൻസ് അല്ലെങ്കിൽ ജാപ്പനീസ് വണ്ടികളുടെ പ്രത്യേകതയാണ്, അത് പറയാം. പിന്നെ ഇവിടെ ഉള്ളൊരു ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റ് കഴിച്ച് ഓടിക്കുമ്പോൾ ഷോൾഡർ ലൈനിനൊപ്പമാണ്. നമുക്ക് ഇങ്ങനെ കവയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ കവയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ആംറസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ട്, ഡിസ്കംഫിയാണ്. കാരണം ഈ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഇടണ്ട. അപ്പോൾ ഇടത്തെ കൈ എടുത്ത് വെക്കാനായിട്ടൊന്ന് സ്ലൈഡ് ചെയ്തിരുന്നെങ്കിൽ നല്ല തോന്നി. അതില്ലാത്തൊരു പോരായ്മയായിട്ട് കാണുന്നത്. സീറ്റ് ബെയർലി ഹോൾഡിങ് മീ, പക്ഷേ ഒരു ഇത്തിരി കൂടി പ്ലഷ് ആയിരുന്നെങ്കിൽ, ഇത്തിരി കൂടി വീതി കൂടുതലായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നുണ്ട് പോലെ. അതുപോലെ DC ഞാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ഇതൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മികച്ച ഒരു വണ്ടി, ഒരു കോമ്പാക്ട് SUV ആണ് ഈ ഒരു ഹുണ്ടായ് വെന്യൂ എന്നുള്ളതാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി N-Line ആണ്. പെട്രോൾ അത്ര പവർഫുൾ അല്ല, ഡീസലിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഞാൻ ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പിന്നെ പെട്രോൾ എന്ന് പറയുന്നത് ഓക്കെ, പെട്രോൾ വണ്ടി മതി സാധാരണ യൂസിനൊക്കെ. വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനിൽ അത്യാവശ്യം ഫീച്ചേഴ്സുള്ള വണ്ടി വാങ്ങിയാൽ മതി. 1.2 മതി 4 സിലിണ്ടർ. പക്ഷേ ഒരിത്തിരി ഫണ്ണ് വേണം, എന്നാൽ ഇടയ്ക്കൊക്കെ ഒന്ന് മൈലേജും വേണം എന്നുള്ള മൈൻഡാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെന്യൂവിൻ്റെ N-Line മേടിക്കാം. കാരണം മാന്യമായിട്ട് ഓടിച്ചാൽ അത്യാവശ്യം മൈലേജും, കാലോടുത്ത് ഓടിച്ചാൽ അത്യാവശ്യം ഫണ്ണും ഉണ്ട് എന്നുള്ളതാണ്. അത് ഗുണമാണല്ലോ അല്ലേ? അതെ, ഞാൻ കാലം കൊടുക്കാം. ഡൗൺ ചെയ്തു, 4, 3 കണ്ടാ ബ്ലിപ്പായതുണ്ടോ? ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. അതായത് ഒരു ബോഡി റോളൊന്നും ഫീൽ ചെയ്യുന്നില്ല. മിററുകൾ വലുതാണ്, നല്ല കാഴ്ചയൊക്കെ തരുന്നുണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ 17 ഇഞ്ച് വീൽ ഉണ്ടല്ലോ. ഈ 17 ഇഞ്ച് വീല് അത് 16 ഇഞ്ച് ആകുമ്പോഴും 15 ആകുമ്പോഴും ഈ റൈഡ് ക്വാളിറ്റി അത് ഒന്നുകൂടി ഗുണപ്പെടുത്തുമെങ്കിലും ഹാൻഡ്ലിങ്ങിൽ അത് ചെറുതായിട്ടൊരു അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം നന്നായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ തിരിവൊക്കെ തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു വണ്ടിയാണ് എന്നുള്ള ഫീൽ അല്ല നമുക്ക് തരുന്നത്. അജയിലാണ്, നിമ്പിളാണെന്നുള്ള ഫീലാണ് തരുന്നത്. ഓക്കെ, അതൊരു ഗുണം തന്നെയാണ്. ഇപ്പോൾ i20 N-Line ഓടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും N-Line വെന്യൂവിനും ബാധകമാണ്. പക്ഷേ വെന്യൂ കുറച്ചും കൂടി ഒരു പ്ലഷ് ആയിട്ടുള്ള റൈഡാണ് തരുന്നത് എന്നുള്ളത് ഗുണം തന്നെ കേട്ടോ. അതാണ് എൻ്റെ മെയിൻ ആയിട്ടൊരു കാര്യം. അപ്പോൾ ഞാനൊന്ന് കാല് കൊടുക്കുന്ന ആലോചിക്കുന്നുണ്ട്, കാല് കൊടുത്ത് ഓട്ടയ്ക്കാൻ പറ്റും. യെസ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് 2-3 അനോയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റെഡ്യൂസ് സ്പീഡ് കാണിക്കുന്ന എറർ കാണിക്കുന്ന ടാക്കോമീറ്ററിലാണ്. അപ്പോൾ ടാക്കോമീറ്റർ ഹെഡ് ലൈൻ എത്തുന്നതും അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം ക്യാമറ കാണിക്കുന്നതും അതിനുള്ളതാണ്. അപ്പോൾ സ്പീഡ് അവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്, RPM ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഈ RPM കാണിക്കുമ്പോൾ റെഡ്യൂസ് സ്പീഡ് എന്താ കാണിക്കുക? റെഡ്യൂസ് സ്പീഡിനെ കാണിക്കുക. ഓക്കെ, അഡാസിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ആ സിൻറ്ററിൽ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് അഡാസ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ചെറിയ ഒരു കാര്യമാണെങ്കിലും എനിക്ക് ഫസ്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ. പൊതുവെ ഞാൻ അഡാസ് ഫാനല്ല, എനിക്ക് ഇഷ്ടം വണ്ടി നമ്മളായിട്ട് ഓടിക്കുന്നതാണ്. പക്ഷേ അഡാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ചും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്ന ഇവർ സ്മാർട്ട് ക്രൂസ് കൺട്രോൾ വിളിക്കുന്ന സംഗതി, അതൊക്കെ കൊള്ളാം. ബ്രേക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പുറത്തെ റോഡ് നോയ്സും കാര്യങ്ങളൊന്നും ഈ ടയറിന് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അതായത് സിറ്റി സ്പീഡിലും അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന ഒരു സ്പീഡുണ്ടല്ലോ, ഒരു ഹൈവേ സ്പീഡ്, അതിൽ ഇപ്പോൾ ഹാൻഡിലാണ് 0 തിരിക്കുമ്പോഴോ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതായത് ഒരു നെർവസ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി, ഞാൻ ഓടിച്ച സ്പീഡ് ഞാൻ പറയുന്നില്ല, എന്നാലും ആ സ്പീഡിൽ ഓടിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തോന്നി. അതായത് നമുക്കൊരു പേടിപ്പെടുത്തുന്ന പ്രശ്നമില്ല. നമ്മുടെ കയ്യിലാണ് വണ്ടി നിൽക്കുന്നതെന്നും വണ്ടി നമ്മുടെ കൺട്രോളിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ N-Line ഗുണമായിട്ട് കാണാം. ഞാൻ N-Line പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതാണ് അവരുടെ പെർഫോമൻസ് വേർഷൻ, ഇതിനാണ് അവരുടെ പവർ കൂടിയ വേർഷൻ, ഇതിനാണ് 120 bhp എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് കൂടുതലും. കാരണം ഇതിന് മറ്റുള്ള വെന്യൂവിനേക്കാൾ ഫീച്ചേഴ്സ് കൂടുതലാണ്. അതുപോലെ മറ്റുള്ള വണ്ടിയേക്കാൾ സ്പെസിഫിക്കേഷൻ കൂടുതലാണ്, വിലയും കൂടുതലാണ് ഒബ്വിയസ്ലി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ നോക്കുന്ന ഒരു കുഞ്ഞു വണ്ടിയാണ്, ഒരു കോമ്പാക്ട് SUV ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വെന്യൂവിനായിട്ട് കാത്തിരുന്നത് വെറുതെ ആയിട്ടില്ല. നിങ്ങൾ കാത്തിരുന്ന ആളാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ സോണറ്റ് ഓട്ടോമാറ്റിക് വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി എനിക്ക് തോന്നുന്നു. സോണറ്റ് ഡീസൽ ഓട്ടോമാറ്റിക്, ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല എന്ന് പറഞ്ഞ വെന്യൂവിന് വേണ്ട സോണറ്റിലേക്ക് പോകാൻ തീരുമാനിച്ച ആളുകൾക്കും ഇനിയിപ്പോൾ ആ ഒരു കാര്യം വേണ്ടി വരില്ല. കാരണം നിങ്ങൾക്ക് ഈ വെന്യൂ തന്നെ മേടിക്കാം. കാരണം ഹുണ്ടായിക്കും കിയയേക്കാൾ കൂടുതൽ സർവീസ് നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളതുകൊണ്ടും ഇപ്പോൾ കിയയുടെ വണ്ടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഹുണ്ടായുടെ വണ്ടി വാങ്ങുന്നതാണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയില്ല, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് കൂടി ഇനി വെന്യൂലേക്ക് പോകാം ഡീസൽ ഓട്ടോമാറ്റിക്കിന് വേണ്ടിയിട്ടെന്ന് പറയാം. ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുപോലെ മറ്റുള്ള മോഡലുകളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. പുതിയ കിറ്റ് എന്ന് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ലളിതമായിട്ട് പറഞ്ഞാൽ നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള NVH ഉള്ള, നന്നായിട്ട് ബ്രേക്ക് ചെയ്യാവുന്ന, നന്നായിട്ട് ടോട്ടൽ റെസ്പോൺസ് തരുന്ന, നല്ല ഫൺ ഫാക്ടറുള്ള ഒരു
1000cc 1 ലിറ്റർ കോമ്പാക്ട് SUV ടർബോ പെട്രോൾ എന്നുള്ളതാണ് വെന്യൂവിനെ കുറിച്ച് ലളിതമായിട്ട് പറയാനുള്ളത്. 80 കിലോമീറ്റർ സ്പീഡ് സോണിൽ 80 കിലോമീറ്റർ പോയിക്കൊണ്ട് നമ്മൾ മാതൃകയായി. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് ചേർത്താൽ വേണ്ടി ബ്ലോവറും അല്ലെങ്കിൽ പവർ വിൻഡോ മോട്ടറും എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റേ. വിവേക്ജിയാണ് അത് കേൾപ്പിച്ചത്. പിന്നെ BMW പോലെ 2 ഡോർ, അത് ആദ്യം തുറന്നാൽ അൺലോക്ക്, പിന്നെ തുറന്നാൽ തുറക്കും, അങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് ഭംഗിയുള്ള ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ, സാധാരണ വെന്യൂൻ്റെ എൻലൈൻ്റെ അല്ല. കാരണം ഈ വെള്ള ഇൻസേർട്ടും അതിൻ്റെ മുകളിലത്തെ ആ ഡിസൈൻ പാറ്റേണും മേക്സ് ഓൾ ദി ഡിഫറൻസ്. അടിപൊളിയാണ് സംഗതി. പക്ഷെ ഇവിടെ മറ്റു സംഗതിയില്ല, ഫ്രാഗ്രൻസിൻ്റെ സാധനമില്ല കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ മുകളിൽ എഴുതുന്ന ഈ കോഡ് കണ്ട H എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. H എന്ന് പറയുമ്പോൾ അറിയാലോ, ഹ്യുണ്ടായുടെ H ആണ്, കീലുമുണ്ട് ആ H എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വന്നു എന്നല്ല, ഡീസൽ ഓട്ടോമാറ്റിക് അല്ലത്. ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ടോർക്കാണ് കേട്ടോ. നേരത്തെ ട്രാക്ഷൻ മോഡിൽ കയറില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ ഒക്കെ ഞാൻ ഈ ഡീസൽ വണ്ടി കയറിക്കൊണ്ടുപോയി. കാരണം ഇതിൻ്റെ മൊമെൻറ്റും അല്ലെങ്കിൽ ആ ഡ്രൈവിങ്ങിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ, അത് വ്യത്യാസം തന്നെയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഈസ് എ വെരി ഗുഡ് വെന്യൂ. ഓഫ് റോഡറിന് പകരമൊന്നും ഞാൻ പറയില്ല, പക്ഷേ അത്യാവശ്യം വേണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് പോകാം. അതിന് ട്രാക്ഷൻ മോഡ് മതി. അത് എൻലൈൻ, ഇത് വെന്യൂ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ടില്ല, ആ വരുന്ന പോണോണ്ടേ ആ സൗണ്ട് എന്ന് പറയുന്നത് സൈലൻസർ പൊട്ടിയ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി ഇടയ്ക്ക്. ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും സ്പോട്ടി ആയിട്ട് തോന്നില്ല. സൈലൻസർ പൊട്ടി പറഞ്ഞാൽ ഓൾറോഡൊക്കെ പൊട്ടിയ സൗണ്ടില്ലേ, അതുപോലെ എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ്. പിന്നെ ഗിയർ ലിവർ എൻലൈൻ കാണാൻ ഭംഗി ഇതിൻ്റെ അല്ല. പിന്നെ ബാക്കിയുള്ള കണക്കോ ഏകദേശം സെയിമാണ്. 16 ഇഞ്ച് വീലാണ്, വലിയ ഡിസൈൻ വ്യത്യാസമുണ്ട്. പിന്നെ ബാക്കിയൊന്നുമില്ല. ഇന്ത്യയിൽ കളർ സീറ്റിന് 2 കളർ തീമുണ്ട്. നടുവിൽ വെന്യൂ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊള്ളാം. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെയാണ്, അതിൻ്റെ അല്ല, എൻലൈൻ്റെ അല്ല എന്നുള്ളത് സർപ്രൈസിംഗ് അല്ലേ. പക്ഷേ അതാണ് സത്യം, അതാണ് ഭംഗി എന്നുള്ളതാണ്. ഇനി സ്റ്റിയറിങ്ങും അതെ, ആ നടുവിലത്തെ പീസ് എൻലൈൻ്റെ N എന്ന് എഴുതിക്കണം. സ്വിച്ചുകൾ കാണാം, പാഡ് ഷിഫ്റ്ററൊക്കെ നല്ലതാണ്. പക്ഷേ ഇതും കാണാൻ ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് അല്ല, നീല ഒരു ബ്ലൂയിഷ് കളറാണ്. പിന്നെ ഈ 2 അപ്പോൾസറി കളറുകളൊക്കെ തന്നെയും കാണാൻ ഭംഗിയുണ്ട്. മിററുകളൊക്കെ അത്യാവശ്യം നല്ല കാഴ്ച തരുന്ന മിററാണ്, അത് നന്നായി തന്നെ പറയാം. ഹോൺ എന്ന് പറയുന്നത് വിൻഡോ ഹോണൊക്കെ ഉണ്ട്. ഇപ്പോൾ മൊത്തം വിൻഡോ ഹോണാണ്, അത് രസമുണ്ട് കേൾക്കാനായിട്ട്. കാലോടത്തൊക്കെ ഒന്ന് വെറുതെ ഓട്ടോമാറ്റിക് അല്ലേ, ഡീസൽ. ഓക്കെ, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് K1 ആക്കി എന്ന് പറയുമ്പോൾ ശരിക്കും ചിലവ് കുറയ്ക്കാണ് ഉണ്ടായി ചെയ്തത്. സസ്പെൻഷൻ മൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ ടെക്നിക്കലി ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ വ്യത്യാസങ്ങളാണ്. അതായത് ചിലവ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ലുക്ക് വണ്ടിക്ക് ഉണ്ട്. മോശമാണെന്നല്ല പറയുന്നത്, അതൊക്കെ കമ്പനികളുടെ തീരുമാനങ്ങളാണ്. പിന്നെ സ്ക്രീൻ കർവ് ഇല്ലെങ്കിലും ഭംഗിയുണ്ടായിരുന്നു, കർവുള്ളതുകൊണ്ട് കുറച്ചും ഭംഗിയുണ്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഡീസൽ അത്യാവശ്യം ക്യുക്കാണ്. NVH ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ പെട്രോൾ മോഡലുകളെ പോലെ അല്ലെങ്കിൽ എൻലൈൻ പോലെ അത്രയും സൈലൻ്റ് അല്ല. നമുക്ക് എഞ്ചിൻ്റെ നോട്ട് അകത്തേക്ക് കേൾക്കാം, വിച്ച് ഈസ് ഫൈൻ. ഡീസലാണ് നമുക്ക് അറിയാലോ. പിന്നെ ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ടുള്ള വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 250 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്, അത് നല്ല ഗുണമാണ്, നമുക്ക് റോട്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പവർ 115 PS ആണ്. സ്റ്റിൽ എൻലൈനാണ് ഏറ്റവും കൂടുതൽ പവർ, അതറിയാലോ, 120 PS. അപ്പോൾ ഡീസൽ ഓടിക്കാനായിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ കൊള്ളാം എന്ന് പറയുന്നത്. ഈ ലൈറ്റ് വെയിറ്റ് വണ്ടിക്ക് 250 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും 115 PS അല്ലെങ്കിൽ BHP പവറും, PS പവർ, ഓക്കെ, 115 PS പവറും കൂടിയിട്ട് വണ്ടി ഒരു ഡെയിലി ഡ്രൈവർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV നോക്കുന്ന ആളെന്ന നിലയ്ക്ക് ഡീസൽ മേടിക്കാം. പിന്നെ ഡീസൽ എന്ന് പറയുന്ന സംഗതി പണ്ടത്തെ ഡീസൽ BS4 വരെയുള്ള ഡീസൽ പോലെയല്ല BS6 ഡീസൽ എന്ന് പറയുന്നത് തന്നെ കുറച്ച് അക്രമാണ്. അപ്പോൾ BS6ൻ്റെ രണ്ടാമത്തെ വേർഷൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇവരിത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കുറേ അധികം കാര്യങ്ങൾ ഇതിന് ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ലോറിക്കൊക്കെ കാണുന്ന കാര്യങ്ങളില്ലേ, യൂറിയൊക്കെ പോലെ വെച്ചിട്ട്, യൂറിയൊക്കെ പോലെ യൂറിയ തന്നെയാണ്, അതൊക്കെ വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റില്ലേ, അതിപ്പോൾ കാറുകൾക്കും ചെയ്തു തുടങ്ങി. അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ഡീസൽ അത്രയും മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ചിലവ് വന്നൊരു പരിപാടിയാണ്, നല്ല ചിലവ് വന്ന പരിപാടി. ഡീസൽ വിലയുടെ കുറച്ചധികം കാശ്, ഡീസൽ വണ്ടിയുടെ വിലയുടെ കുറച്ചധികം കാശ് എക്സോസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണക്കാർ വണ്ടി ഓടിക്കുമ്പോൾ എന്താ ചെയ്യുക, മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1000-2000 RPM ഇങ്ങനെ വണ്ടി ഓടിക്കും. അപ്പോൾ 5ാമത്തെ ഗിയറിൽ നല്ല മൈലേജ് 20 കിലോമീറ്റർ എന്നൊക്കെ പറയും. ഇപ്പോൾ AdBlue ഓടിക്കണം, അപ്പോൾ ആ പൈസ കൂടി ലാഭിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെല്ലെ ഓടിക്കും. അങ്ങനെ ഓടിക്കുമ്പോൾ എന്താണ്ടാവുക, DEF അല്ലെങ്കിൽ DPF, DEF അല്ല, DEF എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡാണ്, DPF അങ്ങ് ക്ലോഗ്ഡ് ആവും. അങ്ങനെ ക്ലോഗ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള മൈക്രോൺസിൻ്റെ ലെവലുള്ള അത്രയും കെമിക്കൽസ് അല്ലെങ്കിൽ അത്രയും മാരകമായ വസ്തുക്കൾ കത്തിച്ച് കളയാനായിട്ട് നമ്മുടെ വണ്ടി ഓടുന്നില്ല. അത്രയും ടെമ്പറേച്ചറോ അല്ലെങ്കിൽ അത്രയും RPM ഇല്ലാത്തതുകൊണ്ട് കത്തിടാൻ പറ്റില്ല. അങ്ങനെ അത് അടയും. അത് അടഞ്ഞു കഴിയുമ്പോൾ എന്താവും, അടഞ്ഞു കഴിയുമ്പോൾ വണ്ടി എറടിക്കും, നിൽക്കും. പിന്നെ വേറൊരു പ്രശ്നം കൂടി വരും. അതായത് ഈ വണ്ടിക്കൊക്കെ എക്സോസ്റ്റ് ഫ്ലൂയിഡ് തീർന്നാൽ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എക്സോസ്റ്റ് ഫ്ലൂയിഡ് തീരാൻ മാത്രമല്ല, എക്സോസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കഴിയുമ്പോൾ വണ്ടി നിൽക്കും, പിന്നെ സ്റ്റാർട്ടാവില്ല. അതായത് വണ്ടി ത്രോ ചെയ്യും. അത് ഫ്ലൂയിഡ് ഇല്ലാത്ത മോഡൽ വണ്ടികളാണെങ്കിൽ
ഫിൽറ്റർ ക്ലോഗ് ആവും. ഇത് രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കാണണം ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു അത്രയും കഷ്ടപ്പാടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓട്ടോ ഒക്കെ കുറവാണെങ്കിൽ നിങ്ങളൊരു പെട്രോൾ വണ്ടി മേടിക്കുക. ഒരു പെട്രോൾ വണ്ടി മേടിച്ചിട്ട് മര്യാദയ്ക്ക് ഓടിക്കുക. മര്യാദയ്ക്ക് ഓടിച്ചിട്ട് ആവശ്യത്തിന് പെട്രോൾ അടിച്ച് ഓട്ടം കൂടുകയാണെങ്കിൽ അങ്ങനെ എന്താ വെച്ചാൽ ഓടിക്കാം. ഇപ്പോൾ ഹൈവേ ഡ്രൈവ് ഉള്ള ആൾക്കാർക്ക് ഡീസൽ വണ്ടി ഓപ്റ്റിമം ആണെന്ന് പറയാം. കാരണം മൈലേജ് ഉണ്ട്, മാത്രമല്ല അത്യാവശ്യം കാലം കൊടുത്ത് ഓടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ വണ്ടികളുടെ ഒരു ഓട്ടമില്ലാത്ത വണ്ടികൾ ലാഭത്തിനായിട്ടാണ് നിങ്ങളിത് മേടിക്കുന്നതെങ്കിൽ അത് മണ്ടത്തരമാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പിന്നെ പണിയാവും. ഓക്കെ, ആദ്യത്തെ 2-3 വർഷമൊക്കെ ചിലപ്പോൾ വണ്ടി കിടലായിരിക്കും. പിന്നീടത് പണി വരുമ്പോഴോ അല്ലെങ്കിൽ എക്സോസ്റ്റ് സിസ്റ്റം റിപ്പയർ ചെയ്യേണ്ടി വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വള്ളിയാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡീസൽ വണ്ടിയുടെ ആവശ്യം എന്ന് പറയുന്നത് യൂസ് കേസ് അനുസരിച്ച് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഡീസൽ അടിച്ച് ഓടിക്കുന്നു, അല്ലെങ്കിൽ ഡീസൽ അടിച്ച് ഓടിക്കുന്നു, ലാഭം നോക്കുന്നു, ഒക്കെ ശരിയാണ്. ഒരു 3 വർഷം കഴിഞ്ഞ് കൊടുക്കുന്ന വണ്ടിയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടി ലോങ്ങിവിറ്റി നോക്കിയിട്ട്, ലോങ് ടൈം നോക്കിയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിലുള്ള ഒരു പോയിൻ്റാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലേ, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊന്ന് വിശദമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം കേട്ടോ. ചോദിക്കണം എന്നാലും ഉണ്ടാക്കുള്ളൂ. കാരണം അല്ലാണ്ട് വെറുതെ ഉണ്ടാക്കിയിട്ട് വ്യൂ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ അത്ര ഉള്ള കാര്യം. ശരിക്കും വെന്യൂ ഡീസൽ നല്ലതാണ് ഫോർ ലോങ് ഡ്രൈവ്സ്. എല്ലാ വണ്ടിയും പോലെ ഇവരിപ്പോൾ എക്സോസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് നടത്തുന്നത്. അതായത് ഇതിനകത്ത് മറ്റേ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് മറ്റേ ആഡ്ബ്ലൂ വെച്ചിട്ടാണ്. അപ്പോൾ എക്സ്ട്രാ ടാങ്ക് ഉണ്ട്, സെൽട്ടോസും അല്ലെങ്കിൽ ക്രെറ്റയൊക്കെ പോലെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഡീസൽ വണ്ടി കൊള്ളാം. എന്നേക്കാളും ഭംഗി സാധാ വെന്യൂനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നേരെ പറഞ്ഞു. കളറിൻ്റെ കോമ്പിനേഷൻ ഡിഫറെൻ്റൊക്കെ പോലെ. അതെ, അയ്യോ റൈഡ് പറഞ്ഞില്ല അല്ലേ. അതായത് ഈ വണ്ടിയുടെ റൈഡ് നല്ലതാണ്. ഡീസലാണ് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് റൈഡിന് വലിയ പ്രശ്നമൊന്നുമില്ല. ശരിക്കും എൻലൈൻ്റെയും ഇതിൻ്റെയൊക്കെ റൈഡ് എനിക്ക് ഏറെക്കുറെ സെയിം ആയിട്ട് തോന്നി. ക്രെറ്റ എൻലൈൻ അത്യാവശ്യം സ്റ്റിഫായിരുന്നല്ലോ, ഇത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി. കാല് കൊടുത്തില്ല, പകരം റവ് മാച്ചിയാണ് ചെയ്തു. നമസ്കാരം.